नमः परमर्षिभ्यो नमः परमर्षिभ्यः हरिः ओम्। अन्तरायतिविरूपशान्तये शान्तपावनम् अचिन्त्यवैभवम् तन्नरं वपुषि कुञ्जरं मुखे मन्महे किमपि तुन्दिलं महाम्। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीं। नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्यां प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रम् आनन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिम् ईडे। वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्गपपये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तम् गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम् सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं। चूडोत्तंसितचन्द्रचारुकलिकां चञ्जत्शिखाभास्वरो लीलादग्धविलोलकामशलभश्रेयो दशाग्रे स्फुरन् अन्तःस्फूर्जतपारमोहतिमिरप्राग्भारमुच्चाटयन् चेतः सद्मनियोगिनां विजयते ज्ञानप्रदीपो हरहाम्। शारदा शारदाम्भोजवदना वदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं क्रियात्। राकाचन्द्रसमानकान्तिवदना नाकाधिराजस्तुता मूकानामपि कुर्वती सुरधुनीनिकाशवाग्वैभवम्। श्रीकाञ्चीनगरी विहाररसिका शोकापहन्त्री सताम् एका पुण्यपरम्परा पशुपतेः आकारिणी राजते। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां
സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരം ആധാരഹീനം സുമാന്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. ധ്യേയം സദാ പരിവഭഗ്നം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിപോതം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. രാമകഥ ഭാരതത്തില് പ്രചരിച്ച പോലെ മറ്റൊരു കഥയും വിസ്തരിച്ചിട്ടില്ല എന്ന് പറയാം. എല്ലാ ഭാഷയിലും രാമായണം ഉണ്ട്. ഭാരതദേശത്തിലുള്ള മിക്കവാറും എല്ലാ ഭാഷയിലും രാമായണമുണ്ട്. വളരെ പ്രസിദ്ധമായിട്ട് വാൽമീകി രാമായണം അല്ലാതെ വളരെയധികം പ്രചാരം സിദ്ധിച്ചത് തുളസീദാസ് എഴുതിയ രാമചരിതമാനസം. വടക്ക് ദിക്കൽ മുഴുവൻ ഒരുപാട് പേർക്ക് ആശ്രയം അതാണ്. അതിനെ ഒരു ശാസ്ത്രമെന്ന വണ്ണം ആശ്രയിക്കുന്നുണ്ട്. ഉപദേശത്തിനും അറിവിനും ജ്ഞാനത്തിനും എല്ലാം അതിനെ ആശ്രയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കിളിപ്പാട്ട് രാമായണം, ഇതൊക്കെ തന്നെ അധ്യാത്മരാമായണത്തിനെ യോഗവാസിഷ്ടത്തിനൊക്കെ ആശ്രയിച്ചിട്ടുള്ള കൃതികളാണ്. രാമായണ കഥ പറഞ്ഞുകൊണ്ടു പോകുമ്പോൾ തന്നെ കഥാഭിഹി ജ്ഞാനഗർഭാഭിഹി എന്ന് പറഞ്ഞല്ലോ. ജ്ഞാനം അതിൻ്റെ ഉള്ളിൽ ഗുംഭിതമാണ്, ഇംപ്രഗ്നേറ്റഡ് ആണ്. ജ്ഞാനം അതിനകത്തുണ്ട്. അപ്പൊ ഭക്തിയും ജ്ഞാനവും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ. കഥാരൂപത്തിൽ പഴത്തില് സൂചി കുത്തിക്കയറ്റുന്ന പോലെ എന്ന് പറയും. വളരെ ലാഘവത്തോടുകൂടെ നമ്മളുടെ ഉള്ളിൽ ഒരു ആശയം കയറ്റാനായിട്ട് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷില്. ഒരു ചോദ്യം: ലോകത്തിൽ എല്ലാവരുടെയും ആകർഷണം പിടിച്ചു പറ്റണമെങ്കിൽ ഏറ്റവും നല്ല വാക്ക് ഇംഗ്ലീഷിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ അതിന് ഉത്തരം കിട്ടിയത് വൺസ് അപ്പോൺ എ ടൈം എന്നാണ്. അത് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ നിൽക്കും അല്ലേ? എന്താ സംഭവിച്ചത് അറിയോ എന്ന് പറഞ്ഞാൽ മതി, അപ്പോ ഒരു ഉത്സാഹം പിടിച്ചു. അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ കാലത്തും കഥകൾ മാറിപ്പോകുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, കഥകളാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കണം നാട്ടില്. കഥയമമ കഥയമമ, കഥകൾ അതിസാദരം. വളരെ ആദരവോടുകൂടെ ഭക്തിയോടുകൂടെ കഥ പറയുന്നതാണ്. കിളിപ്പാട്ട് കിളി പറയുന്നു എന്നാണ്. ഭഗവാൻ രമണ മഹർഷി മലയാളത്തിൽ ഈ കിളിപ്പാട്ടിന്റെ ഇൻഫ്ലുവൻസ് അത്രയുണ്ട്. മഹർഷി കൂടെ പോലും
മലയാളം പഠിച്ചത് കിളിപ്പാട്ട് വെച്ചുകൊണ്ടാണ്. അപ്പൊ കിളിപ്പാട്ടിന്റെ സ്റ്റൈലിലാണ് മഹർഷി സദ്ദർശനത്തിനെ മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. അതൊരു കിളി പറയുന്ന പോലെയാണ്. പക്ഷെ ആ കിളി എങ്ങനെയുള്ള കിളിയാണെന്ന് വെച്ചാൽ, സത്തിന്റെ സാരം കൊണ്ടു സന്തതം മത്തചിത്ത തത്തയും യുദ്ധം ചൊല്ലാൻ സാദരം ആരംഭിച്ചു എന്നാണ്. ആ കിളി സത്തിന്റെ സാരം കൊണ്ട്, സത്തിന്റെ സാരം അനുഭവിച്ച്, എന്ന് വെച്ചാൽ സത്ത് എന്ന് വെച്ചാൽ ആത്മസ്വരൂപത്തിന്റെ ആനന്ദം അനുഭവിച്ച് സന്തതം മത്തചിത്ത തത്ത, ഇൻടോക്സിക്കേറ്റഡ് ആണ്. ആനന്ദലഹരി പൂണ്ട ആ തത്തയും യുദ്ധം ചൊല്ലാൻ സാദരം ആരംഭിച്ചു. അപ്പൊ അങ്ങനെ കിളിപ്പാട്ട്, കിളി പറയുന്ന കഥ, അങ്ങനെ അതിൻ്റെ സ്വാധീനം അത്ര കണ്ടുണ്ട്. ഇപ്പൊ കഥകളിലൂടെ ഭഗവത് തത്വം, ഭക്തി, ഇതാണ് ഭാഗവത സമ്പ്രദായം. ഇദം ഹി പുംസഃ തപസശ്രുതസ്യ വാ സ്വിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്യുതോർത്ഥഃ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. തപസ്, ഇഷ്ടാപൂർത്താദി കർമ്മങ്ങള്, സോഷ്യൽ സർവീസ്, അധ്യാത്മ സാധന എല്ലാം ചെയ്തിട്ട് അവസാനം മനുഷ്യൻ കണ്ടെത്തുന്നത് എന്താണ് എന്ന് വെച്ചാൽ, സമയമുണ്ട് നമുക്ക്, ടൈം. ആ ടൈമില് ഹൗ ടു പ്യൂരിഫൈ ദ മൈൻഡ്, ഹൗ ടു എലിവേറ്റ് ദ മൈൻഡ്. ഇത്തിരി സമയം കിട്ടിയാൽ നോക്കൂ, കഥകൾ നമ്മളെ പിടിക്കും. എന്നിട്ട് നമ്മുടെ ജീവിതം ഒരു കഥയില്ലായ്മയാക്കും. അല്ലേ? മലയാളത്തിൽ എങ്ങനെയാണ് പറയുക? ഒരു കഥയില്ലായ്മ എന്ന് വെച്ചാൽ ഒരു യൂസും ഇല്ല എന്നർത്ഥം. കഥകൾ വന്ന് നമ്മളെ പിടിക്കും, സിനിമകൾ പിടിക്കും, സീരിയൽ ഇങ്ങനെ കാളമൂത്രം പോലെ പോയിക്കൊണ്ടേയിരിക്കണതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ എന്തിനായി ജീവിതം? പഴയ കാലത്ത് കുറച്ച് വർഷങ്ങൾ, ഒരു 10-20 വർഷം മുമ്പൊക്കെ ഇത് ഈ ടി വിയിൽ കണ്ടിട്ട് സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചാണ് ഉമ്മർത്തിരുന്ന് ചർച്ച. ഇപ്പോഴൊക്കെ എന്തൊക്കെയാണ് നടക്കണം നമുക്ക് നിശ്ചയമില്ല. അപ്പോ ഈ കഥകള് മനുഷ്യനെ പിടിക്കും. അപ്പൊ കഥകൾക്ക് മരുന്ന് കഥകൾ തന്നെയാണെന്നാണ്. ഇദം ഹി പുംസഃ. നോക്കൂ, ഭാഗവതത്തിലോ രാമായണത്തിലോ മാത്രമല്ല, എത്രയോ മഹാപുരുഷന്മാരുടെ കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, സത്സംഗങ്ങളുണ്ട്. അത് തന്നെ വേണം നമ്മളെ പൊക്കിക്കൊണ്ടുവരാനായിട്ട്. നെയ്യ് കഴിച്ച് ദഹനക്കേട് പിടിച്ചു എന്ന് പറഞ്ഞു വൈദ്യന്റെ അടുത്ത് പോയി. വൈദ്യൻ പറഞ്ഞു, ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ശരിയാ, ഇനി നെയ്യ് കുറച്ച് ദിവസത്തേക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് മരുന്ന് തരാം എന്ന് പറഞ്ഞ് അകത്ത് പോയിട്ട് ഒരു ബോട്ടിൽ നെയ്യ് എടുത്തുള്ളൂ. അപ്പോ നിങ്ങളല്ലേ പറഞ്ഞ് നെയ്യ് കൂട്ടരുത്, ഈ നെയ്യ് കൂട്ടാം, കാരണം ഈ നെയ്യില് മരുന്നുണ്ട്. ഇതിനകത്ത് മരുന്ന് ചേർത്ത നെയ്യാണ്. നെയ്യ് കൊണ്ടുള്ള ദോഷത്തിന് നെയ്യ് തന്നെ, ഔഷധം ചേർത്ത നെയ്യ് തന്നെ മരുന്ന്. അതുപോലെ പലതും പലരുടെ വർത്തമാനങ്ങളും ഒക്കെ കേട്ടിട്ട് മനസ്സ് അശുദ്ധമായതിന് ഭഗവത് കഥയാണ് മരുന്ന്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒന്നിലെ ആരുടെങ്കിലും കഥ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ കഥ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ വേറെ ആരുടെയെങ്കിലും ഒക്കെ കഥ പറയും, ഇല്ലെങ്കിൽ നമ്മുടെ കഥ പറയും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു പറയും. ഈ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒക്കെ മറന്നു കളയാൻ ബ്രഹ്മത്തിന് ഒരു പേര് വെച്ചു. രാമൻ എന്നോ കൃഷ്ണൻ എന്നോ ശിവൻ എന്നോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മഹാത്മാക്കളുടെ പേരോ എന്തെങ്കിലുമൊക്കെ വെച്ച് ബ്രഹ്മത്തിനെ ആ കഥയിൽ ഞാനും നീയും അവനും ഒന്നുമില്ല. മാത്രമല്ല, ആ കഥയിൽ വൈരാഗ്യം, വിവേകം, ജ്ഞാനം, അധ്യാത്മ സാധനകള്, ശാന്തി, ഇതൊക്കെ തന്നെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കൊണ്ട്
ആ കഥകൾ ഒരു വിഭൂതി സൃഷ്ടിച്ചു എന്നാണ് വ്യാസഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത്. ഒരു പുതിയ യോഗം എന്നാണ്. വിഭൂതിയാണത്. നമ്മുടെ ചിത്തത്തിനെ ഒരു ചുവട്ടിൽ നിന്ന് എലിവേറ്റ് ചെയ്തു കൊണ്ടുവരാൻ, പൊക്കിക്കൊണ്ടുവരാനായിട്ട് കഥായിമാസ്തേ കഥിതാഹ മഹീയസാം വിതായ ലോകേഷു യശഃ പരേയുഷം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഇത് ഒരു ലോകത്തിൽ നടന്ന കഥകളാണോ ഭാഗവതവും ഇതുമൊക്കെ എന്ന് നിങ്ങൾ ചോദിക്കണ്ട. ഇത് ലോകത്തിൽ നടന്ന കഥകളെക്കാളും വലിയ കാര്യങ്ങളാണ്, വിഭൂതിയാണ്. വാക്കുകൊണ്ട് ഞാൻ ഒരു വിഭൂതി സൃഷ്ടിക്കുകയാണ്. ആത്മാവിന് പേര് കൊടുത്തിട്ടാണ് കഥകൾ പറയണത്. ചൈതന്യത്തിന്റെ കഥകളാണ് ഈ കഥകളൊക്കെ. എന്തിനാന്ന് വെച്ചാൽ നമുക്കിതൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ പതുക്കെ പതുക്കെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് ഇതൊരു ഉപായമാണ്. ഈ കൊട്ടിയും പുള്ളും കളിക്കണ പോലെയാണ്. ഇപ്പൊ കൊട്ടിയും പുള്ളും കളിക്കുക ആർക്കും അറിയില്ല. കൊട്ടി ഉണ്ടാക്കിയിട്ട് പുള്ള് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അത് നിലത്ത് വെച്ച് ഒരടി കൊടുക്കും. ഒരടി കൊടുത്താൽ കുറച്ച് പൊന്തും. ഇത്തിരി പൊന്തി കഴിഞ്ഞാൽ നല്ലൊരു അടി കൊടുത്താൽ നല്ല മേത്തേക്ക് പോകും. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കളിയാണ്. ഈ ക്രിക്കറ്റ് പോലെയല്ല. എന്താന്ന് വെച്ചാൽ സർക്കസൊക്കെ കാണിക്കണം. അതിങ്ങനെ അടിച്ച് അത് പൊന്തിച്ച് അങ്ങനെ അടിച്ചൊക്കെ വേണം. അത് ക്രിക്കറ്റ് വന്നതോടുകൂടെ കൊട്ടിയും പുള്ളും പോയി. അപ്പൊ ഈ കൊട്ടിയും പുള്ളും പോലെ നമ്മൾ വളരെ ലോ ലെവലിൽ ഇരിക്കുന്ന മനസ്സിനെ എന്തെങ്കിലുമൊക്കെ അലൗകിക കാര്യങ്ങൾ കൊണ്ട്, നാമസങ്കീർത്തനാദികൾ കൊണ്ടോ, ഭഗവത് കഥാശ്രവണം കൊണ്ടോ, സത്സംഗം കൊണ്ടോ, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കൊണ്ടോ, അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ കൊണ്ടോ ഒക്കെ പിടിച്ച് ഉയർത്തും. അത് ഒരു ലെവലിന് മേലെ ഉയർന്നു കഴിഞ്ഞാൽ, ഒരു ഹയർ പ്ലെയിനിലേക്ക് വന്നു കഴിഞ്ഞാലേ അതിനെ ഈ സത്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പറ്റില്ല. എന്താന്ന് വെച്ചാൽ രജോ ഗുണത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആയ മനസ്സിന് ഈ പരമാർത്ഥ സത്യം ഒന്നും ബോധിച്ചിട്ട് കാര്യമില്ല. ധൃതരാഷ്ട്രർക്ക് എത്ര പറഞ്ഞു കൊടുത്തു, എത്ര സത്സംഗം കിട്ടി, എന്തൊക്കെ കിട്ടിയില്ലേ? ഒന്നും പ്രയോജനപ്പെട്ടില്ല. കാര്യമായിട്ട് പുറമേക്കൊന്നും പ്രയോജനം ആയില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉള്ളിൽ കിടക്കും. പക്ഷെ അപ്പോഴേക്ക് എന്താന്ന് വെച്ചാൽ മനസ്സ് മുഴുവൻ രാഗദ്വേഷങ്ങളും മാത്സര്യവും മാമകാഹ പാണ്ഡവാഹ എന്നാണ് പറയണത്. എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ കുട്ടികളും. അപ്പൊ ഈ രാഗദ്വേഷമൊക്കെ ഉള്ള ആളുകൾക്ക് എത്ര പറഞ്ഞു കൊടുക്കും? സത്സംഗത്തിനായിട്ട് വരണം. വേറെ ഒന്നിനു വേണ്ടിയും വരാൻ പാടില്ല. നേരം പോക്കിന് വേണ്ടി വന്നാൽ അവർക്ക് പ്രയോജനപ്പെടില്ല. സത്സംഗത്തിന് ചിലപ്പോഴൊക്കെ സത്സംഗം കഴിഞ്ഞാൽ ചുണ്ടൽ കിട്ടും, അല്ലെങ്കിൽ പായസം കിട്ടും, അല്ലെങ്കിൽ നെയ്യപ്പം കൊടുക്കും, കുഴക്കട്ട കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇയാൾ നിർത്തണേ ഇല്ലല്ലോപ്പാ, നേരത്തെ തന്നാൽ ഞങ്ങൾക്ക് പോവായിരുന്നു. എത്ര നേരം വേണമെങ്കിൽ സംസാരിച്ചോളൂ. രാമായണം ആറിപ്പോവില്ല, പായസം ആറിപ്പോവും. നിങ്ങൾ സംസാരിച്ചോളൂ, ഞങ്ങളിത് വാങ്ങിച്ചിട്ട് പോയേക്കാം. അപ്പോ ഒരു അധ്യാത്മ പ്രഭാഷണമൊക്കെ ചെയ്യുന്ന, തമിഴിൽ ചെയ്യുന്ന ഒരാള് പറയും, അദ്ദേഹം പ്രഭാഷണത്തിന് പോയി ആരുമില്ല, വളരെ കുറച്ച് ആളുകൾ, അടുത്ത ആഴ്ച വരില്ല എന്ന് പറഞ്ഞു. അത്ര അദ്ദേഹം തിരുപ്പുകഴാണ്, തിരുക്കുറൽ. അപ്പം പറഞ്ഞു, അടുത്ത ആഴ്ച നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആളെ കൊണ്ടുവരാം, നിങ്ങൾ പ്രഭാഷണം ചെയ്തോളൂ. അടുത്ത ആഴ്ച ഞായറാഴ്ച വരുമ്പോണ്ട് മുമ്പിലൊക്കെ തിരക്കിയിട്ട് ഉള്ളിൽ കടക്കാൻ പറ്റില്ല, ഉള്ളിലേക്ക് കടക്കാനേ പറ്റില്ല. ഈ ഗ്രാമപ്രദേശങ്ങളാണ് ഉള്ളിൽ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് ഉള്ളിൽ പോകണം, ഇവിടെ ഇരിക്കും, ഇവിടെയും വരും. എന്ത് വരും? നെയ്പായസം കൊടുക്കണുണ്ട് എന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കും, ഇവിടെയും വരുന്നു. ഇദ്ദേഹം പറഞ്ഞു, അതല്ല, ഞാൻ പോയിട്ട് വേണം ക്ലാസ്, അവിടെ തിരുക്കുറൽ ക്ലാസ്. ഇത് പറഞ്ഞിട്ടാണ് ഇപ്പൊ 3 ആൾ ഉള്ളിൽ പോയത്.
ഇത് പറഞ്ഞിട്ടാണ് ഇപ്പൊ 3 പേര് ഉള്ളിൽ പോയത്. ഇവിടെ ഇരിക്കുന്നു അത്രേ. അവസാനം അതും ഇതൊക്കെ പറഞ്ഞ് മൂപ്പര് ഉള്ളിൽ ചെന്ന് പാഠം എടുക്കാൻ തുടങ്ങി തിരുക്കുറൽ. അപ്പോഴാണ് ഒരു വിദ്വാൻ എണീറ്റ് സംശയം വരതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റു. അപ്പോൾ സന്തോഷപ്പെട്ടു എന്നാണ്. ഒരാൾ സംശയം വന്നുവല്ലോ. എണീറ്റിട്ട് പറഞ്ഞു എപ്പം നിർത്തും ചോദിച്ചു. അല്ല വേറെ ഒന്നും വിചാരിക്കണ്ട, അത് ആറിപ്പോവും നെയ്പായസം. ഇദ്ദേഹം പറഞ്ഞു തിരുക്കുറൽ 2000 വർഷമായിട്ട് ആറിപ്പോയിട്ടില്ല. ഇതിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞാൽ ആറിപ്പോവും, തണുത്തു പോകും. അതുകൊണ്ട് അത് നിങ്ങൾ വിതരണം ചെയ്തിട്ട് നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോളൂ. നിങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊന്നും സത്സംഗത്തിലേക്ക് വന്നാൽ ശരിയാവില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഇരിക്കണത് എന്നാവും. അപ്പോ പക്ഷെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ചിലർ കേട്ട് മേലെ വരുന്ന കഥകളുണ്ട്. പക്ഷെ നമുക്കത് പ്രതീക്ഷിക്കാനൊക്കില്ല. അപ്പൊ സത്സംഗത്തിന് വരുമ്പോ ഈ സത്യദർശനത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് വരണം. അതാണല്ലോ നമ്മൾ രാമന്റെ ഇന്നലത്തെ വാക്കുകളിൽ കണ്ടത്. നോക്കൂ, ആ ഗുരുവിനെ വിശ്വാമിത്രനെ മുമ്പിൽ കണ്ടതും നല്ല കാർമേഘം കണ്ട് മയില് പീലി വിരിച്ച് നർത്തനം ചെയ്ത പോലെ രാമന്റെ ഹൃദയം നടനം ചെയ്തു എന്നാണ് വാൽമീകി പറയണത്. എന്നുവെച്ചാൽ അങ്ങനെ ഗുരുവിനെ കാണുമ്പോൾ ഈ ശാസ്ത്രശ്രവണം ചെയ്യുമ്പോൾ അത്ര കണ്ട ആനന്ദം വരണം. ഇത്യുക്തമസ്യ സുമതേ രഘുവംശകേതുഃ ആകർണ്യവാക്യം ഉചിതാർത്ഥവിലാസഗർഭം തത്യാജകേദമഭിഗർജതി വാരിവാഹി ബർഹി യഥാ തു അനുമിതാഭിമതാർത്ഥസിദ്ധി. രാമൻ തന്റെ വിഷമങ്ങളൊക്കെ പറയാണ്. എന്തു പറ്റിയത് എനിക്ക് എന്ന് ചോദിക്കുകയാണ് വിശ്വാമിത്രൻ. ഇനിയും വസിഷ്ഠൻ ഉപദേശിക്കാൻ ആരംഭിച്ചിട്ടില്ല. വസിഷ്ഠൻ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. വിശ്വാമിത്ര മുനിയാണ് രാമനെ വളരെ കരുണയോടുകൂടെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് ചോദിക്കണത് തനിക്ക് എന്തു പറ്റി. അപ്പൊ രാമൻ പറയാണ്, ഞാൻ എന്തു പറയും ഭഗവാനെ, ഭാരോ അവിവേകിനഃ ശാസ്ത്രം ഭാരോ ജ്ഞാനം ച രാഗിണഃ അശാന്തസ്യ മനോഭാരഃ ഭാരഃ അനാത്മവിദഃ വപുഃ. വിവേകമില്ലാത്ത ആൾക്ക് ശാസ്ത്രം ഭാരമാണ്. എന്തൊക്കെ പഠിച്ചു, ധാരാളമൊക്കെ പഠിച്ചു, പക്ഷെ വിവേകമില്ലാത്തത് കൊണ്ട് എനിക്ക് ശാസ്ത്രം ഭാരമാണ് ഭഗവാനെ. അന്ധന് കാട്ടിയ കണ്ണാടി പോലെ. ഭാരഃ ജ്ഞാനം ച രാഗിണഃ. വിഷയങ്ങളില് ആസക്തി ഉള്ളവന് അറിവ് ഒരു ഭാരമാണ്. അശാന്തസ്യ മനോഭാരഃ. ശാന്തിയില്ലാത്തവന് മനസ്സ് ഭാരമാണ്. ഭാരഃ അനാത്മവിദഃ വപുഃ. ഇത്രയും പറഞ്ഞ് രാമൻ പറഞ്ഞു, എല്ലാ ദുഃഖത്തിനും മൂലകാരണം ഭഗവാനെ ഈ അഭിമാനമാണ്, അഹങ്കാരം. ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കണു, സ്വയമേവ കണ്ടെത്തി എന്ന് പറഞ്ഞു. വിഷമങ്ങളിലൊക്കെ മൂലകാരണം ഇതാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കണു. എന്ത് ചെയ്താലും അഭിമാനം വരണു. ഈ അധ്യാത്മ സാധന ചെയ്യുന്നവരൊക്കെ ഇത് കണ്ടുപിടിക്കും. അധ്യാത്മസാധന ചെയ്യുന്നവർ ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ ഒക്കെ സഞ്ചരിക്കുന്നവരൊക്കെ കണ്ടുപിടിക്കും. എന്ത് ചെയ്താലും എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അഹങ്കാരം വരും.
അഭിമാനം തോന്നും. ഈ അഭിമാനം കൊണ്ട് മനസ്സിനൊരു ശാന്തിയില്ല. അതുകൊണ്ട് അഭിമാനമില്ലാതെ ഇരിക്കണം എന്ന് പറഞ്ഞ് വിനയം നമ്മൾ ശീലിച്ചു നോക്കും, വീണ് നമസ്കരിച്ചു നോക്കും, ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്നു നോക്കും. എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അഭിമാനം വരണോ. കുറെ കഴിഞ്ഞാൽ ആ ഏകാന്തത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ പോലെ ഏകാന്തത്തിൽ ഇരിക്കുന്ന ആളില്ല എന്ന് തോന്നും. വിനയം ശീലിച്ചാൽ എന്നെക്കാളും വിനയമുള്ള ആളില്ല എന്ന് തോന്നും. ഇങ്ങനെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ അഭിമാനത്തിനെ അങ്ങനെയൊന്നും കൊണ്ട് കളയാൻ പറ്റില്ല. ഈ നിഴലിനെ തുണിയിട്ട് മൂടിക്കളയാന്ന് വിചാരിച്ചാൽ നടക്കുമോ? തുണിയുടെ മേലെ നിഴൽ കാണും. ഇതുപോലെ ഈ അഭിമാനത്തിനെ നമ്മൾ പല ഉപായങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെ കർമ്മം ചെയ്യുമ്പോഴും അഭിമാനം വിഷമിപ്പിക്കണു മനുഷ്യനെ. അത് പല പല വസ്തുക്കളിൽ ചെന്ന് പെട്ടുകിടക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് അഭിമാനമാണ്. നോക്കൂ, മൃഗങ്ങളിലൊക്കെ പോലും നമുക്ക് കാണാം. ഒരു നായ നമ്മൾ തട്ടിക്കൊടുത്താൽ മതി, അതിന്റെ മുഖത്ത് കാണാം നമുക്ക്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ സ്തുതിച്ചാൽ ഒരു സന്തോഷം, ഒരു അഭിമാനമുണ്ട്. അപ്പൊ ഈ അഭിമാനം ഇങ്ങനെ നമ്മള് വിനയം കൊണ്ടും നമസ്കാരം കൊണ്ടും ഒക്കെ തൽക്കാലത്തേക്ക് അടക്കി വെക്കാം, അത്രയേ ഉള്ളൂ. അത് വാസ്തവത്തിൽ പോകണമെങ്കിൽ ജ്ഞാനം വേണം. ആത്മജ്ഞാനം, ആണവമലം എന്ന് പറയും ഇവര് തമിഴിലതിന്. ആണവമലം, ഈ അഹങ്കാരമാവുന്ന അഴുക്ക് മാത്രം ആത്മകൃപ കൊണ്ടേ പോവുള്ളൂ എന്നാണ്. വെളിച്ചം വരുമ്പോ ഇരുട്ട് കാരണം അത് ഇല്ലാത്ത സാധനമാണ്. കയറിൽ കാണുന്ന പാമ്പിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? അതിനെ ആവാഹിച്ചുകൊണ്ട് കളയാൻ പറ്റുമോ? ഒന്നുമില്ല. അത് വെളിച്ചം കൊണ്ടുവന്ന് നോക്കിയാൽ അത് വാസ്തവത്തിൽ ഇല്ല. അതുപോലെ ഈ ജീവഭാവവും വാസ്തവത്തിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് വിഷമിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ ഇനിയും വന്നിട്ടില്ല. രാമൻ ഇവിടെ പറയണത് ഈ അഹങ്കാരം കാരണം ഞാനിപ്പോ ഊണ് കഴിക്കണത് എനിക്കിഷ്ടമില്ലാതായിരിക്കണു, വെള്ളം കുടിക്കണത് ഇഷ്ടമില്ലാതായിരിക്കണു എന്നാണ്. ന ഭുഞ്ചേന പിബാമി അംബഃ കിമു ഭോഗാത് ഭജേ മുനിം അഹങ്കാരവശാദ്യന്മയാ ഭുക്തം ഹൃതം കൃതം തത്സർവം അവസ്തു ഏവ തത്തത്സർവം അവസ്ത്വേവ വസ്തു അഹങ്കാരവിക്തതാം. ഞാൻ ചെയ്തതൊക്കെ അവസ്തു. എന്ത് കർമ്മങ്ങൾ അഭിമാനത്തോടുകൂടെ ചെയ്യുന്നതൊക്കെ ബന്ധകാരണമാണ്. അഭിമാനമില്ലാതെ ഉള്ള സ്ഥിതിയാണ് നിറഞ്ഞ സ്ഥിതി, ശാന്തമായ സ്ഥിതി, സന്തോഷമായ സ്ഥിതി. ഇതാണ് ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അപ്പൊ അഖിലവും ഞാനെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഭേദം പോയി. ഞാൻ എന്നുള്ള വ്യക്തി അഹങ്കാരത്തിനെ വാസ്തവം എന്ന് കരുതിയാണ് ഈ ജീവൻ ദുഃഖപ്പെടുന്നത്. ഈ അഹങ്കാരം കൊണ്ട് തൃഷ്ണാ കുടജമഞ്ജരി എന്ന് പറഞ്ഞു. ഈ അഹങ്കാരത്തിന്റെ കാരണം പലവിധ കാമനകള്, പലവിധ വാസനകള്, പലവിധ ആഗ്രഹങ്ങള്, പലത് നേടിയെടുക്കാൻ. നോക്കൂ, ലോകം മുഴുവൻ അതിന്റെ സാമ്രാജ്യമാണ്. അഹങ്കാര ഗൃഹസ്ഥസ്യ മഹാഗൃഹം എന്ന് പറഞ്ഞു. ഈ ശരീരം അതിന്റെ വീട് അത്രയും. അപ്പോ ഈ രാഷ്ട്രങ്ങളും അവർ തമ്മിലുള്ള പോരാട്ടങ്ങളും യുദ്ധങ്ങളും എല്ലാം ആരുണ്ടാക്കണതാ? ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യ അധിപതി. ഇതൊക്കെ രാമൻ പറയുകയാണ്. അതുകൊണ്ട് രാജ്യം ഭരിച്ചിട്ട് എന്ത് കാര്യം? രാജാവായിട്ടിരുന്ന വല്ല സമാധാനം കിട്ടുമോ? നോക്കൂ, പ്രശ്നത്തിന്റെ മൂലത്തിലേക്ക് പോയി. പ്രശ്നത്തിന്റെ മൂലത്തിൽ പോയി. കാരണം എനിക്ക് വേണ്ടത് ഉള്ളില് ആ ശാന്തിയാണ്, പരമാനന്ദമാണ്. രാജ്യം ഭരിച്ചാൽ അവിടെയും പ്രശ്നം വരും. ഈ ആളുകളൊക്കെ ജാലറായിട്ട് സൈക്കോഫാൻസ് എന്ന് പറയുമല്ലോ, അവരിങ്ങനെ വരും. രാജാവിനെ കണ്ടാൽ അങ്ങനെയാണ് പറഞ്ഞിട്ടാണ്. പഴയ ഒരു കഥയുണ്ട്, രാജാവിനെ വസ്ത്രമില്ലാതെ നിർത്തി. കേട്ടിട്ടില്ലേ കഥ? രാജാവിനെ നഗ്നനാക്കിയിട്ട് നല്ല അലങ്കാരമായ വസ്ത്രം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഒരുപാട് പണമൊക്കെ വാങ്ങി ഉണ്ടാക്കണ പോലെയൊക്കെ കാണിച്ച്, രാജാവിനെ അണിയിക്കണ പോലെയൊക്കെ കാണിച്ച്
നല്ല മനുഷ്യർക്ക് മാത്രമേ ഈ വസ്ത്രം കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും നല്ല മനുഷ്യരല്ല എന്ന് പറയുമോ? അപ്പൊ എല്ലാരും പറഞ്ഞു എന്തു ഭംഗിയായ വസ്ത്രം, രാജാവ് ഇങ്ങനെ വസ്ത്രമില്ലാതെ നടക്കുക നഗ്നനായിട്ട് തെരുവില്. ഒരു കുട്ടി മാത്രം അവസാനം വിളിച്ചു പറഞ്ഞു, രാജാവിതാ നഗ്നനായിട്ട് പോണുവേ എന്ന് പറഞ്ഞു. ആ കൂക്കല് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ പലരും ചേർന്ന് കൂക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ നട്ട നടുവില് ആനയുടെ പുറത്ത് ഇരുന്നിട്ടാണ്, അതുവരയ്ക്കും കൊണ്ടെത്തിച്ചു. ഇതൊക്കെ എന്താ? ഈ അഹങ്കാരം അവസാനം നമ്മളെ അവിടെയാണ് കൊണ്ടെത്തിക്കുക. നല്ലതും ചീത്തയും ഒക്കെ, പല വിഷയങ്ങളും, സുഖവും ദുഃഖവും ഒക്കെ, അഭിമാനമൊക്കെ. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുകയാണ്. അപ്പൊ ഇതാണ് രാമൻ അതിന്റെ മൂലകാരണം കണ്ടുപിടിച്ചു. ദുഃഖത്തിന്റെ മൂലകാരണം ഈ അഭിമാനം എന്നുള്ള വ്യാധിയാണ്. അപ്പൊ നിരഹങ്കാര വൃത്തേർമേ മൗർഖ്യാത് ശോകേന സീതതഃ യത്കിഞ്ചിത് ഉചിതം ബ്രഹ്മൻ തദാഖ്യാതും അർഹസി. അഹങ്കാരമില്ലാത്ത ആ പദത്തിനെ ആശിക്കുന്ന എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉചിതമായിട്ടുള്ളത് ഭഗവൻ എനിക്ക് ഉപദേശിച്ചു തരൂ. എന്തറിഞ്ഞാലാണോ എൻ്റെ ഉള്ളിലുള്ള ഈ ദോഷം നീങ്ങുക, അതെനിക്ക് പറഞ്ഞു തരാം. സർവാപദാം നിലയം അധ്രുവം അന്തരസ്ഥം. എല്ലാ ആപത്തുകൾക്കും ഇരിപ്പിടം, എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും. എനിക്ക് 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 ഞാന്, എനിക്ക് വിഷമം, എൻ്റെ ദുഃഖം. ഉന്മുക്തമുക്തമോ ഗുണേന ന സംശ്രയാമി. ഒരു ഗുണത്തിനും കാരണമില്ലാത്ത സർവദോഷങ്ങൾക്ക് ഇരിപ്പിടമാണ്. യത്നാത് അഹങ്കൃതിപദം പരിതോതി ദുഃഖം ശേഷേണ മാം സമനുഷാധി മഹാനുഭാവ. എല്ലാം നിഷേധിച്ച് എന്ത് അവശേഷിക്കുമോ ആ ബ്രഹ്മവസ്തുവിനെ എനിക്ക് ഉപദേശിച്ചു തരും. എല്ലാം ഈ അഭിമാനമില്ലാത്ത യോഗികൾ തൂയ്മന മൊഴിയർ തോയുമുൻ മെയ്യഹം തോയവേ അരുൾ എൻ അരുണാചല. ഭഗവാന്റെ അക്ഷരമണമാലയിലാണ്. തൂയ്മന മൊഴിയർ, മനസ്സ് ശരീരമൊക്കെ പരമപരിശുദ്ധമായിട്ടുള്ളവർ അവരനുഭവിക്കുന്ന മെയ് അഹം, വാസ്തവമായ അഹം, ഞാൻ എന്നുള്ളത് വാസ്തവമായ ഞാൻ, ശുദ്ധമായ ചൈതന്യത്തിനെ, അഖിലവും താൻ എന്ന് പറഞ്ഞല്ലോ, അഖിലമായിട്ടുള്ള ഭൂമാവായിട്ടുള്ള ആ താൻ, അതിനെ എനിക്ക് പ്രകാശിപ്പിച്ചു തരൂ. അപ്പോ ഇങ്ങനെ രാമൻ വിശ്വാമിത്രനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഗംഭീരമായ ഒരു ആശയം പറയുന്നുണ്ട്. സർവസംസാരദോഷാണാം തൃഷ്ണൈകാ ദീർഘദുഃഖദാ അന്തഃപുരസ്തമം അപി യാ യോജയതി അതിസങ്കടേ. മനുഷ്യനെ ലോകത്തില് കുരങ്ങ് കളിപ്പിക്കുന്നത് ഈ തൃഷ്ണയാണ്. ഉത്താനതാം നയതി എന്നാണ്. എന്നുവെച്ചാൽ വലിയ വലിയ ആളുകൾ, മഹാമിടുക്കന്മാരായിട്ടുള്ളവരെയൊക്കെ കോമാളികളായിട്ട് തെരുവിൽ നിർത്തുന്നത് തൃഷ്ണ. ഇതൊക്കെ ബുദ്ധനുമൊക്കെ ഇത്രയൊക്കെ തപസ് ചെയ്ത് അവസാനം പറയണത് ഇതാണ്. തൃഷ്ണയാണ് ദുഃഖത്തിന് കാരണം, സകല ദുഃഖത്തിനും കാരണം. ഇത് വേണം, അത് വേണം, അത് വേണം, ഇത് വേണം, പല ആഗ്രഹങ്ങൾ. അതുകൊണ്ട് എന്താ ഉള്ളതെന്താണോ സന്തുഷ്ടി പരമം ധനം എന്ന് പറഞ്ഞു. സന്തോഷമാണ് വലിയ ധനം. കിട്ടിയത് കൊണ്ട് സന്തോഷമായി ആനന്ദമായിട്ടിരിക്കുന്നതാണ് ധനം. അത് മറന്നു കളഞ്ഞു. അപ്പോ ലോകോയം അഖിലം ദുഃഖം. ഒരു വസിഷ്ഠന് ഉപദേശിക്കൊന്നും വേണ്ട, കറക്സ് രാമൻ ഇവിടെ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഇവിടെ കാണുന്നതിലൊന്നൊക്കെ നമുക്ക് ദുഃഖം വരും. ഇതൊക്കെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് അവസാനം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ കരയും. ഒരു സ്ഥാനം പോയാൽ കരയും, പേര് ദൂഷ്യം വന്നാൽ കരയും, പണം പോയാൽ കരയും, ആരോഗ്യം പോയാൽ കരയും. ഇതിൽ പറയണ്ട, വലിയ വലിയ ആളുകള്, ഗംഭീരന്മാരായിട്ടുള്ളവർ അവസാനം ശരീരത്തിന് വയ്യാതാവുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കാറ്റുപോയ ബലൂണ് പോലെയാണ്.
ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. യുക്തിവാദവും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് അവസാനമാവുമ്പോൾ അവരേതെങ്കിലും വേദാന്തത്തിലേക്ക് വന്നാൽ വേണ്ടില്ല, ഉള്ള അമ്പലങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും, വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ ശരീരത്തിന് എന്തോ വന്നു, പേടി, ഭയം വന്നു, ഉള്ളിലൊരു വര വന്നു. അപ്പൊ എന്താ, നേരെ സത്യാന്വേഷണത്തിന് വരില്ല. അപ്പോ ഇതിലേക്കൊക്കെ പോകും. ഇവിടെയൊക്കെ പോയിട്ട് എവിടെയാണ് ശരിയാവുക, അങ്ങോട്ടൊക്കെ പോകും. അപ്പോ ഇത് നമ്മളുടെ ആഗ്രഹം, ജീവിക്കാനുള്ള തൃഷ്ണ, അഹോ ജീവിതാശ ഗരീയസി. ധൃതരാഷ്ട്രരെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ധൃതരാഷ്ട്ര ഒരുപാട് ഉപദേശമൊക്കെ കിട്ടി അദ്ദേഹത്തിന്. ഒരു നല്ല അനിയനുണ്ടായിരുന്നു, വിതുരൻ. ആ വിതുരൻ ധൃതരാഷ്ട്രരെ എങ്ങനെയെങ്കിലുമൊക്കെ ഉദ്ധരിക്കണം എന്ന് വിചാരിച്ചു. പല ആളുകളെ കൊണ്ടുവന്ന് പ്രഭാഷണം ചെയ്യിപ്പിച്ചു. പല മുനികള്, പല ആളുകള്. സ്വയമേവ വിതുരൻ തന്നെ ഒരു ജ്ഞാനിയാണ്, പലതും പറഞ്ഞു കൊടുത്തു. പിന്നെ സനസുജാത മഹർഷിയെ കൊണ്ടുവന്ന് ഉപദേശം ചെയ്യിപ്പിച്ചു. ധൃതരാഷ്ട്രർക്ക് നേരം പോക്ക് തന്നെ ഇതാണ്. ചില ആളുകളൊക്കെ പറയും, ഈ പ്രഭാഷണം കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കമേ വരുന്നില്ല. അങ്ങനെ കരുതിയിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല. ഉറങ്ങാനൊരു വഴിയായിട്ട് പല ആളുകളും ഒന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഒന്ന് തെളിഞ്ഞില്ല. മാത്രമല്ല, ജീവിതത്തിൽ ദുഃഖമോ ദുഃഖം. ആരംഭം മുതൽ ദുഃഖമാണ്. മക്കളൊക്കെ മരിച്ചു, തമ്മിൽ തല്ലി. ഒട്ടും പറഞ്ഞ 100-ല് പഴയ ഒരു സിനിമാ പാട്ടുണ്ട്, 9-ല് ഒന്നുകൂടെ ഉരുപ്പടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ 9 അല്ല, 100 എണ്ണം. 100-ല് ഒന്നുപോലും ഉരുപ്പടിയില്ല. ഏതെങ്കിലും ഒന്ന് ഒരു പേരിന് പറഞ്ഞാൽ കേട്ടൂടെ? എന്തൊരു അനുസരണ അറിയോ? ആദ്യത്തെ ആള് നടക്കണ വഴിക്ക് തന്നെ 99 നടക്കും. എന്തൊരു ജ്യേഷ്ഠ ഭക്തി നോക്കൂ, വിപരീതമായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒക്കെ ക്ലോണിങ്ങിൽ ജനിച്ചതാണ്. ഒന്നും ഒരു മാതൃപിതൃ സമ്പർക്കം കൊണ്ട് പ്രിയമായിട്ട് ജനിച്ചതല്ല, മാംസപിണ്ഡത്തിനെ വെട്ടിയിട്ട് ജനിപ്പിച്ചതാണ് വ്യാസൻ. അപ്പൊ ഒന്നിനും കോൺഷ്യൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇവരുണ്ടാക്കുന്ന പൂരമായിരുന്നു ജീവിതം മുഴുവൻ. പ്രതിദിനം ഓരോന്നും. ഭീമനെ പിടിച്ച് വെള്ളത്തിലിട്ടു, വിഷം കൊടുത്തു, ചീട്ട് കളിച്ചിട്ട് ചൂത് കളിപ്പിച്ചിട്ട് നശിപ്പിച്ചു. ഇവിടെ അവിടെ പോകുന്നിടത്തൊക്കെ കുറച്ച് തല്ലും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെ ദിവസം ഈ മനുഷ്യന് കണ്ണ് കാണില്ലെങ്കിൽ ചെവി നിറച്ചു കൊടുത്തു. എന്നിട്ടൊരു സമാധാനമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ യുദ്ധക്കളത്തിൽ പോയി. അപ്പോഴും ആശയാണ് ജയിക്കുമോ എന്നാണ്. വ്യാസൻ പറഞ്ഞു, സഞ്ജയനെ വെച്ച് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു തരാം, നിങ്ങൾ ഇരുന്ന് കേൾക്കൂ. വേണ്ട. ഒന്നാമത് താങ്ങാനുള്ള ശക്തിയില്ല. 2 ഒരു ധൈര്യമുണ്ട്. എന്താ ധൈര്യം എന്ന് വെച്ചാൽ, ഭീഷ്മപിതാമഹൻ നമ്മുടെ സൈഡിലുണ്ട്. അതുകൊണ്ട് വലിയ ഹോപ്പാണ്. കാരണം ആരെ കൊണ്ട് ഇളക്കാൻ പറ്റും? ഹിമാലയം പോലെ ഇവിടെ നിൽക്കുന്നു ഒരാള്. ആര് വിചാരിച്ച ആ മല ഇളകും? പരശുരാമൻ വിചാരിച്ച് നടന്നിട്ടില്ല, പിന്നെയാണോ ബാക്കിയുള്ളവരൊക്കെ? അതുകൊണ്ട് ഒന്നാമത്തെ ദിവസമോ 2ാമത്തെ ദിവസമോ തന്നെ യുദ്ധം അവസാനിച്ച് കളയും എന്നാണ് ധൃതരാഷ്ട്രർ വിചാരിച്ചത്. ഓരോ ദിവസവും ചോദിക്കും, പാണ്ഡവരിൽ ആരും മരിച്ചു? ആരും മരിച്ചിട്ടില്ല. എന്തേ നടക്കാത്തത്? ഭീഷ്മർ എന്തു പറഞ്ഞു? ദുര്യോധനൻ ചെന്ന് ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതാണോ പാണ്ഡവരെ കൊല്ലൽ? യസ്യ ഗോപ്ത ജഗദ്ഗോപ്ത ശംഖചക്രഗദാധര. അർജുനനെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ 9 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസം ഭീഷ്മരങ്ങട് കടപുഴങ്ങി വീണപ്പോഴാണ് ഒരാട്ടം കിട്ടത്. അപ്പോഴാണ് വിളിച്ച് ചോദിക്കണത്,
ഇതൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിൽ എല്ലാവരും മരിച്ച് അപ്പോഴും പോരാഞ്ഞ് ഭീമനെ പിടിച്ച് അത്രയ്ക്ക് ബലമുണ്ട്. നമുക്കറിയാലോ, ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയുമല്ലോ, പിടിച്ച് പൊടിയാക്കാൻ നോക്കി, നടന്നില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം ഭീമനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നർ ഒക്കെ കൊണ്ടു കൊടുക്കണം. അർജുനനോ ധർമ്മപുത്രനോ ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു മര്യാദയൊക്കെ ഉണ്ടാവും. ഇയാൾ ആഹാരം മാത്രമായിട്ടൊന്നും കൊടുക്കില്ല. ആ വെക്കണ ശബ്ദത്തിലുണ്ടാവും 4 വാക്ക്. പലർക്കും അനുഭവം ഉണ്ടാവും. ആഹാരം മാത്രമായിട്ടൊന്നും കൊടുക്കില്ല, പലതും കൊടുക്കും കൂടെ. അതൊക്കെ കേട്ടിട്ട് തിന്നണം. ഇത് കണ്ടിട്ടാണ് വിതുരൻ സന്യാസിയായിട്ട് പോയതാണ്, പരമഹംസനായിട്ട് പോയ ആളാണ്. തിരിച്ചു വന്നു കരുണ കൊണ്ട്. വന്നിട്ട് നോക്കി എന്താ നടക്കണത്. അഹോ ഗരീയസി ജന്തോഹോ ജീവിതാശ യയാ ഭവാൻ. ഭീമൻ കൊടുക്കുന്നത് ഇഡ്ഡലിയും ദോശയൊന്നുമല്ല, ഭീമാപവർജിതം പിണ്ടമാദത്തെ ഗൃഹപാലവത്ത്. ഇത് പിണ്ടമാണ് കൊടുക്കണത്, മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട സാധന. കഷ്ടം എന്ന് പറഞ്ഞ് യസ്വകാത് പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃതികൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സനരോത്തമ. ഒന്നിൽ സ്വയമേവ വിചാരം ചെയ്ത് സത്യം അറിയണം, അല്ലെങ്കിൽ ഗുരുമുഖത്തിൽ നിന്ന് കേട്ട് സത്യം അറിഞ്ഞ് സ്വതന്ത്രമായിട്ടിരിക്കണം. വാർദ്ധക്യമാവും തോറും ഒരു മനുഷ്യൻ സ്വതന്ത്രമാവണം, ആനന്ദമായിട്ടിരിക്കണം, ശാന്തമായിട്ടിരിക്കണം. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കരുത്. ഗൗരവമായിട്ട് ഗംഭീരമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയാണ് കാട്ടിലേക്ക്. അങ്ങനെയാണ് കഥ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് പലരുടെയും കഥകൾ നോക്കുമ്പോൾ നമുക്ക് ജീവിത തൃഷ്ണ, ആഗ്രഹം, അത് മനുഷ്യനെ വലിയ വലിയ രാജാക്കന്മാരെ പോലും വളരെ വളരെ ലോ ലെവലിലേക്ക് കൊണ്ടുവരും. ആഗ്രഹം കാരണം മനുഷ്യൻ വളരെ താണവനായിട്ട് പോകും, വളരെ പെറ്റി ആയിട്ട് പോകും. കൃപണൻ എന്നാണ് നമ്മൾ പറയുന്നത്, കൃപണനായിട്ട് പോകും. ലോകോയമഖിലം ദുഃഖം. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ? മനസ്സ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ചിന്ത, തോട്ട്സ് ആണ്, വേറെ ഒന്നുമില്ല. സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് മൈൻഡ് ഈസ് നത്തിങ് ബട്ട് തോട്ട്സ്. ആസ് ഇറ്റ് ഈസ് യു സീ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് തോട്ട്സ്. അപ്പോ ചിന്തയോജ്ജിതയാ ഉജ്ജതി. ഇതാണ് ഞാൻ പറഞ്ഞത് വലിയ ഒരു മഹാവാക്യം. സകല ദുഃഖവും ചിന്തയാണ്, ചിന്തയെ വിട്ടാ പോയി. രാമൻ ആകെ കൂടെ കണക്ക് കൂട്ടിയിട്ട് ആൻസർ പറയാണ്. പല പ്രശ്നങ്ങളും കണ്ടിട്ട് പറയാണ്, ലോകോയം അഖിലം ദുഃഖം ചിന്തയാ, ചിന്തയാ ഉജ്ജിതയാ ഉജ്ജതി. ചിന്തയെ വിട്ടാൽ, ഇഫ് യു ക്യാൻ ഡ്രോപ്പ് തോട്ട്സ്. ഭഗവാൻ, രമണ ഭഗവാൻ ടോക്സിൽ ചിലയിടത്ത് ഇങ്ങനെ ചിലത് പറഞ്ഞു പോകും, മഹാവാക്യങ്ങൾ പോലെ. ഒരു സ്ഥലത്ത് പറയേണ്ടത് ടു തിങ്ക് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ. സാധാരണ നമ്മൾ പറയണതിന് നേരെ വിപരീതമാണ്. ടു തിങ്ക് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ. ബി ഫ്രീ ഓഫ് തോട്ട്സ്. ദാറ്റ് ഈസ് ദ സീക്രട്ട്. സൈലൻസ് ഈസ് ദ തിങ്. It is the truth. Rigorous refusal to harbor thoughts. ഇതാണ് അതിൻ്റെ അന്തർരഹസ്യം. ഇവിടെ രാമൻ പറയാണ്, ഈ ചിത്തവൃത്തികൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരവസ്ഥ വരുമോ ഭഗവാനെ? മനസ്സിങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പൊലമ്പലില്ലാതെ ബുദ്ധി നല്ല ശാന്തമായി, ചിത്തവൃത്തികളൊക്കെ അടങ്ങി, അഭിമാനം ചലിക്കാതെ നിശ്ചലമാവുമ്പോൾ ആനന്ദം അങ്ങനെ പൊന്തി വരും. ഇതൊക്കെയാണ് യോഗികൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള രഹസ്യമാണത്. മനസ്സിനെ നമുക്ക്
ഓഫ് ചെയ്ത് വെക്കാനുള്ള വഴി അറിയണില്ല. അതിങ്ങനെ പെറുപെറുപെറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില വയസ്സായ ആളുകൾ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ, പുകയില്ലാതെ തീ വരും, അല്ലെങ്കിൽ തീ ഇല്ലാതെ പുകയും, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മളുടെ ചിത്തമും. അതിങ്ങനെ സകല ദുഃഖങ്ങൾക്കും മൂലകാരണമായി സർവാപദാം നിലയം അധ്രുവം എന്ന് പറഞ്ഞു. എല്ലാ ആപത്തുകൾക്കും അപകടങ്ങൾക്കും മൂല സോഴ്സ് സീഡാണ്. തൃഷ്ണാ വിഷൂചികാ മന്ത്രശ്ചിന്താത്യാഗോ ഹി കഥ്യത്തെ. രാമൻ പറയാണ്, ഒരു കൊറോണ ഉണ്ട് ഭഗവാനെയാണ്, ഒരു കോവിഡ്, ഒരു വൈറസ്. കൊറോണ വൈറസ്, ഇത് കരോണ വൈറസ്. കരോണ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ കരോണ എന്ന് വെച്ചാൽ ഡു, പ്ലീസ് ഡു. നമ്മുടെ മൈൻഡിന്റെ ജോലി അതാണല്ലോ, കരോന, ഏ കരോന, ഓ കരോന. ഇതിന് കാരണം എന്താ? ചിത്തവൃത്തികൾക്ക് മൂല കാരണം തൃഷ്ണ വിഷൂചിക. വിഷൂചിക എന്ന് വെച്ചാല് വൈറസാണ്, രോഗാണുവാണ്. ആഗ്രഹങ്ങൾ, തൃഷ്ണ, അതിൻ്റെ വിഷൂചിക വൈറസ് എന്താണെന്ന് വെച്ചാല് ചിന്ത. അതിനെ നീക്കം ചെയ്യാൻ ചില വിഷൂചികയൊക്കെ പഴയ കാലത്ത് മന്ത്രജപം കൊണ്ട് വെള്ളം തെളിച്ചാൽ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ഈ തൃഷ്ണ വിഷൂചിക മന്ത്ര, തൃഷ്ണ എന്ന് പറയുന്ന വിഷൂചികയെ ഓടിച്ചു കളയാനുള്ള ഒരു മന്ത്രം പറഞ്ഞു തരാം. എന്താണ് മന്ത്രം എന്ന് വെച്ചാൽ ചിന്താത്യാഗോ ഹി കഥ്യത്തെ. രാമൻ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചിന്താത്യാഗമാണ് മന്ത്രം. നോക്കൂ, നിങ്ങൾക്കിപ്പോ വേദാന്തം മനസ്സിലായോ ഇല്ലയോ, വേറെ എന്തെങ്കിലുമൊക്കെ അധ്യാത്മം, നിങ്ങൾക്ക് ഈശ്വരൻ എന്ന് പോലും വേണ്ട, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമില്ല എന്ന് നാസ്തികം പറഞ്ഞാൽ പോലും ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇന്ന് പല ആളുകളും യോഗ ക്ലാസ്സും അതും ഇതൊക്കെ ആയിട്ട് പോണത്. എന്തിനാന്ന് വെച്ചാൽ ചിത്തവൃത്തികളില്ലാതെ കുറച്ചു നേരം മെഡിറ്റേഷൻ. പക്ഷെ അങ്ങനെയൊന്നും മെഡിറ്റേഷൻ നടക്കില്ല. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നമ്മളെ കുറച്ച് നോക്കുമല്ലോ. അതാണ് നമ്മൾ ഇരിക്കുന്ന കോലം കെട്ടി വെച്ചിരിക്കുന്നത് കാണുമല്ലോ. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അല്ലെങ്കിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചു, കണ്ണാടി നോക്കണ പോലെ മൂക്കിലൻ മുൻകാട്ടു മുഹുരം എന്ന് പറഞ്ഞു ഭഗവാൻ രമണ മഹർഷി. മൂക്ക് കട്ടായ ആളുടെ മുമ്പിൽ കണ്ണാടി കാണിക്കണ പോലെയാണ് ഈ മെഡിറ്റേഷൻ. നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചു, കണ്ണാടി വെച്ചപ്പോ അയ്യേ ഇതാരാ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ സ്ഥിതി. ഇത്രയും കാലം ഞാൻ, പല ആളുകളും പറയും ഈ ധ്യാനം തുടങ്ങണ്ടേ ഉണ്ടായിരുന്നില്ല, ഞാൻ നല്ല സ്ഥിതിയിലായിരുന്നു, സുഖമായിട്ടിരുന്നു. ഇപ്പോഴാണ് പഴയ പന്നിയും പെരിച്ചാഴിയും ഒക്കെ പുറത്തേക്ക് വരണത്. ഇത്രയൊക്കെ സാധനങ്ങൾ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒക്കെ പോരണ്ടേ പുറത്ത്. ഞങ്ങളുടെയൊക്കെ അവിടെ ഈ ഉത്സവം തുടങ്ങണതിന്, തേരൊക്കെ തുടങ്ങണതിന് ഒരാഴ്ച മുമ്പ് അടിച്ചു തട്ടാം. ഈ പഴയ വീടുകൾ 2 കെട്ട് 4 കെട്ട് 8 കെട്ടും ഇതൊക്കെ ഈ ഓട്ടുവരയും തട്ടും അറയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു ക്ലീനിങ് വർഷത്തിലൊരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും. അതൊക്കെ അടിച്ചു തട്ടാൻ തുടങ്ങി തുറക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വന്യമൃഗ സങ്കേതമേ ഉണ്ടാവും. മരപ്പട്ടി. ഈ ടെറസ് വീടുകളിൽ ഇരിക്കണവർക്ക് ഈ മരപ്പട്ടിയുടെ കാര്യമൊന്നും അറിയില്ല. രാത്രിയായ അതിങ്ങനെ പോപ്പ് മ്യൂസിക്കാണ്. എന്താണെന്ന് വെച്ചാൽ അഗ്രഹാരത്തിൽ ഒരു തല മുതൽ മറ്റേ തല വരയ്ക്ക് ഓടിയിട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അഭിഷേകം ചെയ്തിട്ട് പോകും. ആ തട്ടിൻ്റെ ഉള്ളിൽ കൂടെ വീഴും. ആ തട്ടിൻ്റെ മുകളിൽ പാത്രം താമ്പാളമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ജാസ് വായിക്കണ പോലെയാണ്, ഡും 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ദുസ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. ഇതൊക്കെ കേൾക്കാൻ നോക്കും മോളിന്ന്. രാത്രിയായി കഴിയുമ്പോൾ ഇവര് സകല കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ നടുക്ക് ഉറങ്ങാൻ പഠിക്കുന്നതിന് വേണേൽ യോഗാഭ്യാസമാണ്. അതൊക്കെ പഴയ കാലത്ത് ആളുകൾക്ക് പഴകിയിട്ട് പിന്നെ അത് കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുണ്ടായി. അങ്ങനെയാവും.
അപ്പൊ ഇവരൊക്കെ ഈ തട്ടുംപുറത്ത് ആഘു മൃഗാധിരാജൻ എന്ന് പഴയ ഒരു മലയാളം ഉണ്ട്. അതുപോലെ തട്ടിമ്പുറത്ത് ആഘു മൃഗാധിരാജൻ. തട്ടുംപുറത്തില് ആഘു എന്ന് വെച്ചാൽ എലി, അത് മൃഗാധിരാജൻ എന്ന് വെച്ചാൽ സിംഹം മാത്രമേ അത് മുകളിൽ. അപ്പോ ഈ എലിയും പെരിച്ചാഴിയും മരപ്പട്ടിയും വെരുക് ഇതൊക്കെ മുകളിൽ കിടന്ന് ബഹളം കൂട്ടി അതൊക്കെ അവസാനം ഈ തട്ടി ക്ലീൻ ആക്കുമ്പോഴാണ് ഈ ആളുകളൊക്കെ വരിക. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ അവിടെ കിടക്കും. ഇതുപോലെയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ടൊന്ന് തുടങ്ങുമ്പോൾ, മനസ്സിനെ ഒന്ന് ശാന്താക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോരാ പുറത്തേക്ക്. ഓ ഭഗവാനെ, ഓ ഇതൊക്കെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് തോന്നും. പതുക്കെ പതുക്കെ അവിടെ ജയം കാണും. ആ ചിത്തവൃത്തികളൊക്കെ വരുമ്പോൾ അതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ ഇതിനൊക്കെ പുറകില് അധിഷ്ഠാനമായിട്ട്, അതുകൊണ്ട് സ്പർശിക്കപ്പെടാതെ, ഒരു സ്ക്രീനിൽ സിനിമ കണ്ടാൽ സിനിമ കൊണ്ട് സ്ക്രീനൊന്നും തൊടപ്പെടുന്നില്ല. അതുപോലെ ശുദ്ധ ചൈതന്യം ഇതിൻ്റെ അടിത്തട്ടിലുണ്ട്. അത് ഒന്നുകൊണ്ടും സ്പർശിക്കപ്പെടാതെ ഇരിക്കുന്നു. അതിനെ അറിഞ്ഞ് ഈ ചിത്തവൃത്തികൾ കുറയും തോറും ശാന്തി ഉണ്ടാവും. ചിന്താത്യാഗോഹി മന്ത്ര. അതിനാണ് ജപമൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അതിനാണ് അനേക ചിത്തവൃത്തികളായിട്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒക്കെ ഒരു നാമത്തില്, ഒരു മന്ത്രത്തില് പിടിച്ചു നിർത്തി 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 ട്രെയിനിങ് തുടങ്ങുകയാണ് നമ്മൾ. ഇറ്റ്സ് എ ലോങ് ട്രാവൽ, ബട്ട് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അനേക ചിത്തവൃത്തികളായിട്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു ചിത്തവൃത്തി, ഒരു ഭാവത്തിൽ നിർത്തി നിർത്തി, അപ്പോൾ മനസ്സിന് ബലം വരും, ശാന്തി വരും. ചിത്തവൃത്തികളുടെ ബലം കുറയും. ചിത്തവൃത്തികൾ കുറയും തോറും ഉള്ളില് ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, നിശ്ചലത ഉണ്ടാവും, ഒരു സുഖം ഉണ്ടാവും. ഇത് നിത്യ ജപം ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഇപ്പൊ രാമൻ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയെങ്കിലുമൊക്കെ ഈ നിശ്ചലത, ഈ ശാന്തി കണ്ടെത്തണം. ഒരുപാട് ചിത്തം ഇങ്ങനെ വൃത്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുറയണം, ഉള്ളിൽ ശാന്തി വരണം എന്ന് രാമൻ തീരുമാനിക്കുകയാണ്. രാമൻ തന്നെ പറയാണ്, ആ ചിന്താത്യാഗത്തിന് എന്താണ് വഴി? രോഗാർത്തിരംഗനാതൃഷ്ണ ഗംഭീരമഭിമാനവം ഉത്താനതാം നയത്യാശു സൂര്യാം ശവ ഇവാംബുജം. ഇങ്ങനെ പലതും പറഞ്ഞ് ഈ ലൗകിക ജീവിതത്തിലുള്ള ദുഃഖങ്ങളെയൊക്കെ രാമൻ പറയാണ്. ശൈശവേ ഗുരുതോ ഭീതി. ഇവിടെ നോക്കൂ, എത്ര സുഖമുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളല്ലേ, നമ്മൾ വലുതായ കുട്ടികളോട് പറയും കുട്ടിക്കാലം എത്ര സുഖം എന്ന് പറയും. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവരുടെ ദുഃഖം. എണീക്കടാ, ഇരിക്കടാ. നമ്മൾ കുട്ടികളെ ചീത്ത പറയാൻ കാരണം എന്താ? അവരെ പറയാൻ പറ്റുള്ളൂ. വയലൻസാണ് അല്ലേ? കൊച്ചു കുട്ടികളെ പഠിക്കടാ, ഇയാൾ പഠിച്ച് 10ാം ക്ലാസ്സിൽ 10 വർഷം പഠിച്ച ആളാണ്, എന്നിട്ടാണ് ഇങ്ങനെ പഠിക്കാതെ നടന്നോളൂ നമുക്ക് പറയും. എന്തൊക്കെ കുട്ടികളോട് പറയാ അറിയോ? അപ്പോ കുട്ടികളെ ഇതൊക്കെ കേട്ടുകൊണ്ട് കുട്ടികളെ ഇരിക്കണം. പാവം, നമ്മൾ ചീത്ത പറഞ്ഞാൽ കേൾക്കണം, അവര് തല്ലിയ കൊള്ളണം. കാരണം ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ശൈശവേ ഗുരുതോ ഭീത, ടീച്ചറിനെ പേടി. ശൈശവത്തില് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ, ഇപ്പോഴത്തെ ടീച്ചർമാരൊന്നുമില്ല, അവര് നല്ല നല്ല സ്കൂളുകളുണ്ട് ഇപ്പോൾ. ടീച്ചർ മാഡം സർ ഒന്നും പോലും ഇല്ല, ചേച്ചി ഏട്ടാന്നൊക്കെയാണ് വിളിക്കണത്. ടീച്ചർക്കാണ് ഇപ്പോൾ പേടി പിള്ളേരെ. അമേരിക്കയിലൊക്കെ ആവുമ്പോൾ കുട്ടികൾ കയ്യിൽ തോക്കൊക്കെ കൊണ്ടുവന്നാണ് ചിലപ്പോൾ. അപ്പൊ ശൈശവേ ഗുരുതോ ഭീതി. ചിലപ്പോൾ ഈ ഓദിക്കന്മാര് ഇവിടെ പാഠശാലയിൽ അവിടെ ചിലപ്പോഴൊക്കെ ഈ വാദ്യാന്മാരൊക്കെ പഠിപ്പിക്കും. കുട്ടികളെ തല്ലിയിട്ട് വിഷമിക്കുമ്പോൾ ആ കുട്ടികളുടെ ദുഃഖം ഭാവം നമുക്കറിയില്ല. അവരെ പഠിപ്പിച്ച് നന്നാക്കുകയാണെന്നാണ്. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നല്ല ആനന്ദമായിരിക്കേണ്ട വയസ്സ് ഒരു 2.5 വയസ്സ് 3 വയസ്സ് തൊട്ട് തുടങ്ങി ഉപദ്രവിക്കുക. അവരുടെ വിഷമം അവരാരോട് പോയി പറയും? അവർക്ക് പറയാനോ അറിയില്ല.
അപ്പോൾ പറയാണ് ആ കാലത്തിന് വേണ്ട ദുഃഖമുണ്ട്. ചെറിയ വയസ്സിൽ ആ ചെറിയ വയസ്സിന് എന്ത് ദുഃഖം വേണോ ആ ദുഃഖമുണ്ട്. എഴുതാനേ പറ്റില്ല പാപം, കൈയൊക്കെ വളരെ ടെൻഡറാണ്. അപ്പൊ പിടിച്ച് പോലീസ് ഈ പെൻസിലും പിടിച്ച് അതിങ്ങനെ കിടന്ന് വലിച്ച്, ഇങ്ങനെ പഠിച്ചാലല്ലേ വലിയ ആളാവുള്ളൂ. പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ആളാവും. പക്ഷെ നമ്മൾ ഒരാളായിട്ട് തീരുമാനിച്ചത്, സമൂഹം എന്ന് പറയണത് ഒരു ഊഹമാണ്, തീരുമാനിക്കുകയാണ്. അവരെ പോലെ ആവണ്ടേ, ഇവരെ പോലെ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞ് പാവം ആ കുട്ടിയെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച്. പക്ഷെ എന്താ, ഈ സമൂഹത്തിനൊരു പ്രകൃതിയുണ്ട്. ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ എല്ലാവരും പെട്ടാവേണ്ടിയിരിക്കുന്നു. അപ്പൊ ശൈശവേ ഗുരുതോഭീതി മാതൃത പിതൃതസ്തത, അമ്മയുടെ അടുത്ത് നിന്ന്, അച്ഛൻ്റെ അടുത്ത് നിന്ന്, വലിയ ആളുകളുടെ അടുത്ത് നിന്ന്, പഴയ കാലത്തൊക്കെ കാരണവര് ഒരാള്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് കുട്ടിക്കാലത്തുള്ള ദുഃഖം കുട്ടിക്കാലത്തുണ്ട്. ജനതോ ജ്യേഷ്ഠബാലാച്ച്, ഇതൊക്കെ രാമന്റെ അനുഭവമാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കൂ. ദശരഥന്റെ കുട്ടി, മൂത്ത കുട്ടി, രാമൻ പറയാണ്. അപ്പൊ ആ രാമന് അത്ര അറിവുള്ളത് കൊണ്ടാണ് അനിയന്മാരൊക്കെ ഇത്ര പ്രിയമായിട്ടിരിക്കണത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു പെരുമാറിയിട്ടുണ്ടാവും. അപ്പോ ജനത, ജനങ്ങളൊക്കെ, നാട്ടുകാരൊക്കെ കുട്ടികളെ ഉപദ്രവിക്കും. അഗ്രഹാരത്തിലൊക്കെ താമസിച്ചാൽ നിങ്ങൾക്കറിയാം, ആര് വേണമെങ്കിൽ ചീത്ത പറയും. പഠിക്കണുണ്ടോടാ എന്ന് ചോദിക്കും. ഉമ്മർത്തിരുന്നിട്ടേ ചിലപ്പോ ഈ കൊണ്ടാട്ടമൊക്കെ ഉണക്കാനിരുത്തിയിട്ട് നമ്മൾ കളിക്കാൻ പോവായിരിക്കും. 5 മിനിറ്റ് ഇവിടെ ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞൊരു കോലിൽ നിർന്നിരുത്തി അവർ വരികയില്ല. ഇത് കൊണ്ടുവാ, അത് കൊണ്ടുവാ എന്നൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ജനങ്ങളും ചീത്ത പറയും. ചിലപ്പോ കുട്ടികളെ ജനങ്ങളും ചീത്ത പറയും. ജ്യേഷ്ഠബാലന്മാര് അവര് റൂൾ ചെയ്യും. എന്താ പറയാ അതിന്, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഉണ്ടല്ലോ, എന്താ റാഗിങ്. വലിയ പിള്ളേര് ചെറിയ പിള്ളേരെ ഉപദ്രവിക്കാം. ജ്യേഷ്ഠ, അപ്പോ എല്ലാ കാലത്തും ഈ പ്രകൃതി ഇതാണേ. അപ്പൊ രാമൻ പറയാണ്, ഇങ്ങനെ കുട്ടിക്കാലവും സുഖമാണെന്നൊന്നും പറയാനൊക്കില്ല എന്നാണ്. വലിയ ആളുകൾ നോക്കിയിട്ട് പറയണം കുട്ടിക്കാലത്ത് എന്തൊരു സുഖം എന്നാണ്. ആരാണ്ടം മാവിന് കല്ലെറിയ, എന്നിട്ട് ആർക്കോ തല്ലുകൊള്ളും. ഇങ്ങനെയൊക്കെയാണ് കുട്ടിക്കാലത്ത്. ആരെങ്കിലുമൊക്കെ പറയും പലവിധ വിഷമങ്ങൾ. അപ്പോ രാമൻ ഇതൊക്കെ പറയണു. അപ്പൊ കുട്ടിക്കാലത്തും സംസാര ദുഃഖമുണ്ട് എന്നാണ്. അപ്പോഴും ദുഃഖമുണ്ട്. ആ സമയത്തിലേക്ക് വേണ്ട ദുഃഖം എന്തോ അതുണ്ട്. സകല ദോഷദശാഭിഹതാശയം ഭവനമപ്യവിവേക വിലാസിനഃ ഇഹ ന കസ്യചിദേവ മഹാമുനേ ഭവതി ബാല്യമിദം പരിതുഷ്ടയേ. ഈ വീട് എന്ന് പറയുന്നത് സകല ദോഷദശയ്ക്കും ഇരിപ്പിടം, വയലാണെന്നാണ് പറയുന്നത്. ഇഹന കസ്യ, നോക്കൂ, രാമനും ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ടുണ്ടാവേ. രാജകുമാരനല്ലേ, അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പാവം. ഇഹന കസ്യചിദേവ മഹാമുനെ ഭവതി ബാല്യമിദം പരിതുഷ്ടയേ ബാല്യാവസ്ഥാമതത്യക്ത്വാ പുമാൻ അഭിഹതാശയഃ ആരോഹതി നിപാതായ യൗവനം സംഭ്രമേണതു. യൗവനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കയറണം. എന്തിനാ? കയറിയിട്ട് വീഴാനെന്നാണ്. ആരോഹതി പതനാർത്ഥം. യൗവനത്തിലേക്ക് കയറുന്നു. സ്വചിത്ത ബിലസംസ്ഥേന നാനാ വിഭ്രമദായിന. ഇപ്പൊ വെളിയിൽ നിന്ന് ആരും ഉപദ്രവിക്കൊന്നും വേണ്ട. അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നീർക്കോലി മുതൽ രാജബംബാല വരെ ഉള്ളവർ പുറത്തു വരും. പുറത്തുനിന്ന് ആരും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. സ്വചിത്ത ബിലം, ബിലം എന്ന് വെച്ചാൽ ഗുഹ, അതിന്റെ ഉള്ളിൽ നിന്നും നാനാവിഭ്രമദായിന ബലാത് കാമ പിശാചേന വിവശഃ പരിഭൂയതേ. കാമം എന്നുള്ള പിശാച് ഇവനെ വന്ന് പിടിക്കുന്നു യൗവനത്തിൽ.
അപ്പൊ ആര് പറഞ്ഞാലും കേൾക്കില്ല, തോന്നിയ പോലെയൊക്കെ കാണിക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഭഗവാൻ രാമനാണ് പറയണത്. ഈ യൗവനം, എല്ലാവരും പറയും യൗവനമാണ് ഏറ്റവും നല്ല സുഖമായ അവസ്ഥ. എല്ലാ കഥകളും യുവാക്കളുടെ ആണല്ലോ അല്ലേ? ഒരു സിനിമ ആരെങ്കിലുമൊക്കെ റിട്ടയറായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും, അതിന് മുത്തശ്ശനാണെങ്കിലും ചെറുപ്പക്കാരനായിട്ട് വേഷം കെട്ടു അല്ലേ? മുത്തശ്ശനും മുത്തശ്ശിയുടെ സിനിമയൊന്നും ആരും എടുക്കില്ലല്ലോ. എല്ലാം ചെറുപ്പക്കാരാണ് ഐഡിയൽ, യൗവനം ആണ്. അപ്പൊ രാമൻ പറയണത് ഈ യൗവനം എന്ന് പറയുന്ന അവസ്ഥയിൽ അപകടമൊന്നും കൂടാതെ ആര് കടന്നു പോകുന്നു, തേ ധന്യാഹ, അവര് ധന്യരാണ്. തേ മഹാത്മാനഃ തേ ഏവ പുരുഷാഭുവി ഏ സുഖേന സമുത്തീർണാഹ സാധോ യൗവന സങ്കടാതെന്ന്. ഈ സങ്കടമായ യൗവനദശയെ അപകടം കൂടാതെ തരണം ചെയ്യുന്നവര് ദേ ആർ റിയലി ബ്ലെസ്സഡ്. ഇങ്ങനെ പറഞ്ഞ് പിന്നെ അടുത്തത് വാർദ്ധക്യം. വാർദ്ധക്യ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ വിഷമങ്ങള്, അതിലുണ്ടാവുന്ന പലവിധ ദുഃഖങ്ങളെയൊക്കെ പറഞ്ഞു. ആർക്കും കണ്ടാൽ ഇഷ്ടമല്ല, വയസ്സായി വയസ്സായി എന്ന് പറയും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നാലും വയസ്സായി. ഇങ്ങനെ ഈ വാർദ്ധക്യത്തിനെ കുറിച്ച് പറഞ്ഞു. വാർദ്ധക്യേ വർദ്ധതേ സ്പൃഹ എന്നാണ്. പല വയസ്സായ ആളുകളെയും കണ്ടിട്ടുണ്ടാവും. രാമൻ പറയാണ്, വയസ്സാവും തോറും ഇവർക്ക് ആഗ്രഹങ്ങൾ കൂടി 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 വരുന്നു, അറ്റാച്ച്മെന്റ് കൂടി കൂടി വരുന്നു. സർവാപദാം ഏകസഖീ വാർദ്ധകേ വർദ്ധതേ സ്പൃഹ. എല്ലാ ആപത്തുകൾക്കും ഒരേ സഖിയാണത്ര, ഫ്രണ്ട്. എന്താന്ന് വെച്ചാൽ സ്പൃഹ, അറ്റാച്ച്മെന്റ്. കർത്തവ്യം കിം മയാ കഷ്ടം പരത്രേതി അതിദാരുണം അപ്രതീകാരയോഗ്യം ഹി വാർദ്ധകേ വർദ്ധതേ ഭയം. എന്തൊരു ഇന്റലിജൻസ് ആണ്. ചുറ്റും കണ്ടിട്ട് പറയാം, വയസ്സായവരിൽ കാണുന്ന മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഭയം, പേടി തോന്നുക, ആരും നോക്കാനില്ല. മക്കള് നോക്കുമെന്ന് വിചാരിച്ചു, മക്കള് അവരുടെ വഴി നോക്കിപ്പോയി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സായി. ഇത് നോക്കൂ, എല്ലാ കാലത്തുള്ള വിഷമാണ്. ഭർതൃഹരി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വാസിഷ്ഠം പറയുന്നുണ്ട്, എല്ലാം പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അപ്പോഴും ഈ സത്യത്തിനെ അറിയാൻ ഉദ്യമിച്ചില്ല എന്നുള്ളതാണ് ദോഷം. വാർദ്ധക്യമാവുമ്പോൾ പിന്നെയും ഇതൊക്കെ മുമ്പിൽ വന്ന് നിൽക്കണു. ഗർദോബി ഉദേതി സോല്ലാസം ഉപഭോക്തും ന ശക്യതേ ഹൃദയം ദഹ്യതേ നൂനം ശക്തി ദൗസ്ഥ്യേന വാർദ്ധക്യെ. ഉള്ളില് മനസ്സില് ശരീരത്തിന്റെ വിഷമങ്ങളും, ചിലപ്പോൾ ഒരുപാട് വയസ്സിരുന്നാൽ അവരുടെ പേരക്കുട്ടികൾ മരിക്കണതൊക്കെ കാണേണ്ടി വരും പലർക്കും. ഇങ്ങനത്തെ ദുഃഖങ്ങളൊക്കെ, മക്കളുടെ ദുഃഖം, പേരക്കുട്ടികളുടെ ദുഃഖം, ബന്ധുക്കളുടെ ദുഃഖം, ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ട് ഒരുപാട് ദുഃഖം പേറി അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ട് രാമൻ പറയാണ്, ഭഗവാനെ ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണം. എനിക്ക് ആത്മതത്വം ഉപദേശിച്ചു തരണം. എന്താണോ വാസ്തവമായ വസ്തു അത് ഇത്ര കാലമായിട്ട് അറിഞ്ഞില്ല, ഇപ്പൊ അത് അറിയാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ എൻ്റെ ശത്രുക്കളായിട്ട് ഇരിക്കുകയാണ്. അദ്യോത്സവോയം ഋതുരേഷ തഥേഹ യാത്ര. നോക്കൂ, പൂന്താനമൊക്കെ പറയണ കാര്യം. ഇതാ ഇപ്പൊ വിഷു വന്നു, ഇപ്പൊ ഉണ്ണിയുടെ പിറന്നാളാണ്, ഇന്ന ആളുടെ കല്യാണമാണ്, അടുത്ത വിശേഷം എന്താ, ഇപ്പൊ രാമനവമി കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് ഇന്ന വിശേഷം വരും. ഇതാണ്. അതിനിവിടെ ശാപ്പാടുണ്ടോ, അവിടെ ഉത്സവമുണ്ടോ, ഇവിടെ പാട്ട് കച്ചേരിയുണ്ടോ, ഇങ്ങനെ പോണെന്നാണ്. ഇതൊക്കെ മുമ്പിൽ കാണുകയാണേ. അപ്പോ എല്ലാ കാലത്തും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പൊ പറയാണ്,
എന്തൊക്കെയോ എന്റർടൈൻമെന്റ് വെച്ച് മനുഷ്യൻ ഈസ് ഡിസ്ട്രാക്ടിങ് ഹിസ് അറ്റൻഷൻ ഫ്രം ഹിംസെൽഫ്. തന്നെ നോക്കാതെ കഴിച്ചു കൂട്ടുകയാണെന്നാണ്. പലതിലും ശ്രദ്ധയെ തിരിച്ചിട്ട് അദ്യോത്സവോയം ഋതുരേഷ തഥേഹ യാത്ര തേ ബാന്ധവാ സുഖമിതം സവിശേഷഭോഗ. ഉത്സവത്തിനൊക്കെ പല സ്ഥലത്ത് നിന്ന് ആളുകളൊക്കെ വരും. നല്ല രസമാണ്. ഇതൊക്കെ ഒന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഒരു ഉത്സവത്തിന് നമുക്കറിയാം, ഇന്നവരൊക്കെ വരും, അവർ വന്നു ഇവർ വന്നു ഒക്കെ. ഞങ്ങളൊക്കെ ഈ ചെറിയ ഗ്രാമമാണ്. തേര് കൂടുമ്പോഴാണ് ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ വരുന്നതും പല സാധനങ്ങൾ വിൽക്കാൻ വരുന്നതും പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ബന്ധുക്കളും അറിയുന്നവരും നല്ല രസമായിട്ടുള്ള വ്യക്തികളൊക്കെ വരും. ഇതൊക്കെയാണ് നമ്മൾക്ക്. ഇതിൽ എന്തൊക്കെ കുട്ടികളുടെ ടെൻഷൻ അറിയോ? ഞങ്ങൾക്കൊക്കെ ടെൻഷൻ എന്താ എന്ന് വെച്ചാൽ വലിയ വലിയ സ്ഥലത്തൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ വരും. അപ്പം ഇവിടെ ആരും വരില്ല. ഒരാൾ വന്നാൽ വലിയ കാര്യമായി. അയാൾ വന്നിട്ടില്ലെങ്കിൽ അതൊരു ദുഃഖമാണ്. ഈ കളിപ്പാട്ടം വിൽക്കാനുള്ള ആൾ വന്നില്ല. പിന്നെ ഈ വരുന്നവരൊക്കെ ഓരോരുത്തരായ ഓരോ വർഷം കഴിയുമ്പോൾ കാണാതാവും. എന്താ പോയി, ഇങ്ങനെ പോയി എങ്ങനെ പോയി എന്ന് പറയും. അവസാനം ആവുമ്പോൾ ആരുമില്ല. പല അഗ്രഹാരങ്ങളും അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു. അവസാനം സ്വാമി എടുക്കാൻ ആളില്ല. എല്ലാം പതുക്കെ പതുക്കെ ശൂന്യായതേ ഗൃഹം. വലിയ വലിയ വീടുകൾ, ആരുമില്ല. ഇതൊക്കെ മുമ്പിൽ കണ്ടു. ഇതൊക്കെയാണ് രാമൻ ഇവിടെ പറയണത്. ഇത്തം ഉദൈവ കലയന് സുവികൽപജാലം ആലോലപേലവമതിർഗണതീഹലോക. ഇതുകൊണ്ട് ലോകമൊന്നും മാറിയിട്ടില്ല. എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത്. വലിയ വലിയ അരമനകളൊക്കെ നിലംപൊത്തി പുതിയ പുതിയ സ്ഥലത്ത് അരമനകളൊക്കെ വന്നു. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളുടെ കാലത്ത് ഇങ്ങനെ ശൂന്യമായി. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ പുതിയ മേച്ചിൻ പുറങ്ങൾ തേടിപ്പോയി അവിടെയൊക്കെ സന്തോഷിക്കുകയാണ്. നമ്മൾ ഈ പഴയത് പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. അത് നിൽക്കില്ല. ഇതെല്ലാ കാലത്തുള്ള നിയമമാണത്. നമ്മൾ വിചാരിക്കണം ആ പഴയതൊക്കെ അതേപടി നിൽക്കണം. ഒന്നും നിൽക്കില്ല. ചരിത്രം നമ്മളിങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ അറിയാം. പഴയത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും നമ്മളുടെ പഴയത് എന്താ? നമ്മളുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കുറെ ഒരു 30-40 വർഷത്തിനുള്ളിലുള്ള കാര്യങ്ങൾ. അത് പിടിച്ചാൽ നിൽക്കില്ലേ? ചരിത്രം മാറിക്കൊണ്ടേയിരിക്കും. ഈ കുട്ടികളെ അവരൊക്കെ വേറെ സ്ഥലത്ത് പോയി അവർ ഉത്സാഹമായി. ഇനിയിപ്പോൾ അവരവിടെ ഇതേ കഥ പറയും. ഞങ്ങളുടെ കാലത്തിൽ ന്യൂയോർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അറിയോ? ലോസ് ഏഞ്ചലസ് എങ്ങനെ ഉണ്ടായിരുന്നു അറിയോ? ഇപ്പോഴൊക്കെ കെട്ടുപോയി എന്ന് പറയും. ചിലപ്പോൾ ആര് കണ്ടു 2 ജനറേഷൻ കഴിയുമ്പോൾ അവർ ഇങ്ങടേക്ക് പറക്കും. അവിടെ ഇരുന്നു കൊണ്ട് പറയും ഇവിടെ ഇപ്പോൾ ഉത്സവമൊന്നും നടക്കണില്ല. എവിടെ? ലോസ് ഏഞ്ചലസ്. രാമനവമി നടക്കണില്ല. മക്കളൊക്കെ ഇന്ത്യയിലേക്ക് പോയി എന്ന് പറയും. ഇതൊക്കെ നടക്കും. ചരിത്രം. അവരൊക്കെ ഇന്ത്യയിലേക്ക് പോയി, ഇവിടെയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ആകെ മൊത്തം ഒന്ന് വിശാലം. നമ്മളുടെ ദൃഷ്ടി വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ഒരു ചെറിയ കാലത്താണ് കാണുന്നത്. ഈ ചെറിയ കാലത്ത് വരുന്ന മാറ്റത്തിനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. പല ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുള്ള വേദനയാണ്. വിശാലമായിട്ട് നോക്കുമ്പോൾ പരമാർത്ഥമായ തത്വം ഒരിക്കലും മാറില്ല. അതിനൊരിക്കലും നഷ്ടം വരില്ല. അതിങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കും. ഇന്ന് വൈകുന്നേരം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈദിക കാര്യങ്ങളൊക്കെ പോയല്ലോ, നഷ്ടമായല്ലോ, എല്ലാവരും അമേരിക്കയിൽ പോയി എവിടെ പോയി നോക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. ദൂരം വളരെ കുറഞ്ഞു പോയി. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ബോംബെക്ക് പോണതിനേക്കാളും എളുപ്പത്തിൽ അങ്ങോട്ട് പോവാ. അപ്പോ ലോകത്തിൽ എവിടെയാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സംസ്കാരം നിൽക്കും. ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും. നമ്മൾ വിചാരിക്കുക നമ്മുടെ തൃശ്ശൂര് ഇവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പൂങ്കുന്നത്ത് നിൽക്കണം, അല്ലെങ്കിൽ പാലക്കാട് നിൽക്കണം വിചാരിക്കുക. ഇതേ കൂട്ടർ കുറച്ചു കാലം മുമ്പ് തമിഴ്നാട്ടിൽ എവിടെ ഉണ്ടായിരുന്നവരാണ്. അവിടെയൊക്കെ പോയി, അവിടെയൊക്കെ ശൂന്യമായി. അപ്പൊ ഇങ്ങനെ കാലം മാറി 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 പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത്രയേ നമുക്ക് അറിയുള്ളൂ.
അല്ലാതെ ഒന്നും പിടിച്ചു നിർത്താനോ മാറ്റിമറിക്കാനോ ശാശ്വതമായിട്ട് വെക്കാൻ, ശാശ്വതമായ ചിലതുണ്ട്, അത് ആരിളക്കിയിട്ടും പോവില്ല. ശാശ്വതമായ ചില തത്വമുണ്ട്, അത് ഇളക്കിയിട്ട് പോവില്ല. ഇളക്കി പോകുന്നത് നിങ്ങൾ പിടിച്ചു നിർത്താനും പറ്റില്ല. ഈ ഇളകി പോകുന്നതൊക്കെ അനിത്യമാണ്. ഇളകി പോകാത്തതുണ്ട്, അത് അനാദികാലമായി സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അത് എപ്പോഴും ഒന്ന് തന്നെ. അതിനെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ വേദം എന്ന് പറയുന്നത്. അത് ശാശ്വത സത്യമാണ്, അത് പരമാർത്ഥമാണ്, അത് ചലിക്കുകയില്ല. എവിടെയാണെങ്കിലും ആർക്കാണെങ്കിലും ആശ്വാസത്തിന് അതേ ഉള്ളു വഴി. ബാക്കിയുള്ളതൊക്കെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും. സ്ഥലങ്ങൾ മാറും, ചെറിയ ചെറിയ ആചാരങ്ങൾ മാറും, ഗുണദോഷങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ കണ്ടിട്ട് രാമൻ പറയാണ്, ഇതസ്തോ ദൂരതരം വിഹൃത്യം. സാധാരണ മനുഷ്യന്റെ സ്ഥിതി പറയുകയാണേ, രാവിലെ എണീറ്റ് ഇവിടെ പോയി അവിടെ പോയി. നോക്കൂ, ഇന്ന് ചെയ്യുന്ന കാര്യമാണ് 5000 വർഷം മുമ്പോ 7000 വർഷം മുമ്പോ പറയണത്. രാവിലെ എണീറ്റു, അവിടെ പോയി ഇവിടെ പോയി. ഇതസ്തോ ദൂരതരം വിഹൃത്യ. രാവിലെ എണീറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പ്രവിശ്യ ഗേഹം ദിവസാവസാനെ. രാത്രിയാവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ പക്ഷികള് ചേക്കറിടും പോലെ തിരിച്ചു വന്നു. രാവിലെ എന്തൊക്കെയോ ചെയ്തു, അവിടെയും ഇവിടെയൊക്കെ പോയി എന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് വിവേകി ലോകാശ്രയ സാധുവൃത്ത രിക്തി. നല്ല സജ്ജനങ്ങളുടെ മഹാപുരുഷന്മാരുടെ സമ്പർക്കമൊന്നുമില്ല, സത്സംഗമൊന്നുമില്ല, ആത്മവിചാരമൊന്നുമില്ല, ജപധ്യാനാദി നിഷ്ഠകളൊന്നുമില്ല. ഇങ്ങനെ കുറെ അലഞ്ഞു. രാത്രിയാവുമ്പോൾ വീട്ടിലേക്ക് വന്ന ആൾക്ക് യാത്തെ കഹ ഉപൈതി. നോക്കൂ, ജ്ഞാനത്തിന്റെ കാര്യമല്ല രാമൻ പറയണത്. ഇങ്ങനെ തിരിച്ചു വന്ന് കഹ ഉപൈതി നിദ്ര എന്നാണ്. ആർക്കും ഉറക്കം വരും എന്നാ ചോദിക്കണം. ഇത്രയേ ചോദിക്കുള്ളൂ. ഇത്രയൊക്കെ വട്ടം കറങ്ങി അവിടെയും ഇവിടെയും പോയി എന്തൊക്കെയോ ചെയ്തു, തിരിച്ചു വന്ന് ഉറക്കം വരണില്ല. ഉറക്കം എങ്ങനെ വരും എന്നാണ്. ധ്യാന സമാധിയുടെ കാര്യമല്ല, ഖഹ ഉപൈതി നിദ്രാം. ഒരുപാട് ചിത്തത്തിനെ വിക്ഷേപിച്ചു, പലതും ചെയ്തു, ഡിസ്ട്രാക്ഷൻ, സ്കാറ്റേർഡ് മൈൻഡ്. ആൻഡ് യു കം ബാക്ക്, ഹൗ വിൽ യു സ്ലീപ്? ഇംപോസിബിൾ. പുത്രാംശദാരാംശ ധനം ച ബുദ്ധ്യാം പ്രകൽപ്യതേ താതരസായനാഭം സർവം തു തന്നാമ കരോത്യഥാന്തേ എന്നാതിരമ്യ വിഷമൂർച്ഛനൈവ. ഇവിടെയാണ് വിഷമൂർച്ഛന എന്നുള്ള പദം വരുന്നത്. അതായത് നമ്മളുടെ ലോകത്തിലുള്ള ബന്ധങ്ങൾ, ഭാര്യ, കുട്ടികൾ, ബന്ധുക്കൾ, നമ്മളുടെ സ്വത്ത്, നമ്മളുടെ ഓഫീസ്, ഇതൊക്കെ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയാൽ അതിൽ നിന്ന് തന്നെ, അതിൽ ആളുകൾക്കുള്ള രസം ഈ വിഷം കുത്തിക്കയറ്റുന്ന ആളുകൾക്കുള്ള അഡിക്ഷൻ പോലെയാണെന്നാണ്. ഇപ്പൊ കഞ്ചാവൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, കുറെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇതേപോലെ ഇതിലൊക്കെ മനസ്സ് കൊണ്ടുപോയി ഇട്ടിട്ട് അവസാനമാകുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അവർക്കോ നമ്മളെയൊന്നും വേണ്ടാതായിരുന്നു, അവരവരുടെ പാട്ടിൽ പോയി. ഇവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹമൊക്കെ വൺ വേ ട്രാഫിക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകും, അവർക്ക് ഉണ്ടാവും, ഇല്ല എന്നൊന്നും പറയില്ല. പെട്ടെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഫോൺ ചെയ്തിട്ട് മദേഴ്സ് ഡേ അന്ന് ഒരു പ്ലാസ്റ്റിക് പൂ വാങ്ങിച്ചോണ്ട് വന്നു. ഇങ്ങനെയുണ്ടോ ജീവിതം? ഇങ്ങനെയൊക്കെ വരും. എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും നല്ല ഒരു താമസിക്കാനൊരു സ്ഥലമൊക്കെ ഏർപ്പാടാക്കി കൊടുത്ത് അവർ പോയി. ഇവിടെ മനസ്സിൽ വിഷമൂർച്ഛന എന്നാണ്. ഇത്ര കാലം കുറച്ചായിട്ട് ഇൻജക്റ്റ് ചെയ്ത പോയ്സൺ ഇപ്പോ അത് അഡിക്റ്റഡുമായി കഴിഞ്ഞു. അതിന് ഇപ്പൊ മനസ്സിന് ശാന്തിയില്ല, സമാധാനമില്ല. നോക്കൂ, എന്തു പവർഫുൾ യൂസേജാണ്. എന്തിനാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ശാന്തി മനുഷ്യൻ നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. വിദ്രാവിതേ ശത്രുജനേ സമഗ്രേ സമാഗതായാം അഭിതശ്ച ലക്ഷ്മ്യാം സേവ്യന്ത ഏതാനി സുഖാനി യാവത് താവത് സമായാതി കുതോപി മൃത്യുഃ ഇതോന്യതശ്ചോപഗതസ്തദൈവ സമാനസങ്കേത നിബദ്ധഭാവാഃ യാത്രാസമാസംഗ സമാനരാണാം കളത്രമിത്രവ്യവഹാരമായാഃ. ഇങ്ങനെ രാമൻ വളരെ ഗംഭീരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഭഗവാനെ എനിക്ക് സത്യദർശനം കാണിച്ചു തരൂ. ഞാനിപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ യഥാതിഷ്ഠാമി തഥാതിഷ്ഠാമി, ഇരിക്കണ പോലെ ഇരിക്കണു. ഇതിൽ കൂടുതലൊന്നും ഇപ്പം എനിക്ക് പറയാനില്ല. അഥചേത് സ്വച്ഛയാ ബുദ്ധ്യാ മുനീന്ദ്ര ന ചികിത്സ്യത്തെ ഭൂയശ്ചിത്തചികിത്സായാഹ തത്കില അവസരക്കുതഃ. വിശ്വാമിത്രനെ കണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ചിത്തം അങ്ങ് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ചികിത്സിക്കാൻ അവസരം കിട്ടുമോ എന്ന് പറയാൻ വയ്യ. അവസരഹ കുതഃ, എവിടെയാ ഇനിയൊരു അവസരം അറിയില്ല. ഇപ്പൊ തന്നെ അവിടുന്ന് എന്നെ ചിത്തചികിത്സ ചെയ്തൊന്ന് രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. വിഷയവൈഷമ്യം ന വിഷമുച്യത്തെ ജന്മാന്തരഘ്നാ വിഷയാഃ ഏകദോഷഹരം വിഷം ഏകദേഹഹരം വിഷം. നമ്മൾ സാധാരണ വിഷം കഴിച്ചാലുണ്ടല്ലോ ഒരു ശരീരം മരിച്ചു പോകും. പക്ഷേ ഈ വിഷയമുണ്ടല്ലോ അത് ജന്മാന്തരഘ്നമുച്യതേ, വരുന്ന ജന്മങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും നമ്മളത്. അപ്പൊ ഇത് തീവ്രതരമായ വിഷമാണ്. ന സുഖാനി ന ദുഃഖാനി ന മിത്രാണി ന ബാന്ധവാഃ ന ജീവിതം ന മരണം ബന്ധായ ജ്ഞസ്യ ചേതസഃ. അറിവുള്ളവന് ഇവിടെ ഉള്ളതൊന്നും അവനെ ബന്ധിക്കില്ല. അവൻ സ്വതന്ത്രനാണ്, മുക്തനാണ്. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് രാമൻ മൗനിയാവുകയാണ്. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമഃ രാമോ മഹത്തര വിവേക വികാശി ചേതാഃ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠഃ. ബഭൂവ തുഷ്ടി, മൗനിയായിട്ട് തീർന്നു അത്രേ രാമൻ. പറയേണ്ടതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. മൗനമേവ അധിതിഷ്ഠാമി, ഞാനിതാ ഇത്രയും പറഞ്ഞു, ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ മൗനമായിട്ടിരിക്കാം. എനിക്ക് ഉണ്ണണ്ട, ഉറങ്ങണ്ട, സ്നാനാദികൾ ചെയ്യണ്ട എന്ന് പറയണം. ഇത്രയും പറഞ്ഞപ്പോ വാൽമീകി ഭരദ്വാജന് ഈ കഥ പറഞ്ഞു കൊടുക്കാണ്. വിശ്വാമിത്രൻ രാമൻ പറയുന്നതൊക്കെ ഇപ്പൊ കേട്ടു. രാമ, നിനക്ക് ഇതിൽ കൂടുതൽ ഇനി അറിയാനൊന്നുമില്ല. ന രാഘവ തവാസ്ത്യന്യത് ജ്ഞേയം ജ്ഞാനവതാം വര സ്വയൈവ സൂക്ഷ്മയാ ബുദ്ധ്യാ സർവം വിജ്ഞാതവാനസി. നോക്കൂ, ചിലപ്പോഴൊക്കെ ആളുകൾക്ക് നല്ല ശുദ്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അവർ തന്നെ ഇത്തിരി വിചാരം ചെയ്ത് തത്വമൊക്കെ നിശ്ചയിക്കാൻ ഒക്കും. പല ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്നു. പല സ്ഥലങ്ങളിലും സത്സംഗത്തിലും ശാസ്ത്രത്തിലും പുസ്തകങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അല്പം ഒന്ന് വിചാരം ചെയ്തു, നല്ലവണ്ണം ഒരു തെളിച്ചം വന്ന് സ്വയമേവ തത്വനിശ്ചയം. സ്വയമേവ. ഇപ്പൊ രാമന് പുറത്തൊരു ഗുരുവിനെ ഒന്നും ആശ്രയിച്ചില്ല ഇത്രയും കാലം. നല്ലവണ്ണം ലോകത്തിലുള്ള സ്ഥിതിഗതികളൊക്കെ കണ്ടു, വിഷമങ്ങളൊക്കെ കണ്ടു. സ്വയമേവ പ്രാപ്തവാനസി. ഇവിടെ ഒരു കഥ വരുന്നുണ്ട്. ഇത് റിസർച്ചുകാർക്കൊരു ചോദ്യചിഹ്നമാണ് കഥ. ഇതുകൊണ്ട് തന്നെ വാസിഷ്ഠം പിന്നീട് വന്നതായിരിക്കുമെന്ന് റിസർച്ച് ചെയ്യുമ്പോൾ നിരൂപണം ചെയ്യാൻ സാധിക്കും. പൂർവകൽപ്പത്തിലത്തെ കഥയാണ് എന്ന് പ്രാചീനന്മാർ പറയും. എന്താന്ന് വെച്ചാൽ ശുഗന് ജനകൻ ഉപദേശിച്ച, അപ്പൊ ജനകന്റെ കാലത്ത് ശുഗൻ, ഒരു പക്ഷേ അത് വ്യാസനും ശുഗനും ഒക്കെ, വ്യാസൻ എത്രയോ വ്യാസന്മാരുണ്ടായിരുന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേദമും വ്യാസനെ പറയുന്നുണ്ട്, വേദത്തിൽ തന്നെ വ്യാസൻ വരുന്നുണ്ട്. അപ്പോൾ വ്യാസശബ്ദം എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്.
ഇപ്പം വ്യാസപുത്രനായ ശുകൻ എല്ലാ കാലത്തും ഉണ്ട്, പല ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. എന്തായാലും ഭഗവത് വ്യാസപുത്രസ്യ ശുകസ്യേവമതിസ്തവ വിശ്രാന്തി മാത്രമേവാന്തജ്ഞാതജ്ഞേയേ അപേക്ഷതേ. വ്യാസപുത്രനായ ശുകന് ചിത്തവിശ്രാന്തി മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നീ സ്വയമേവ ചിന്തിച്ചറിഞ്ഞ പോലെ വ്യാസപുത്രനായ ശുകനും ഈ തത്വം നല്ലവണ്ണം സ്വയമേവ ചിന്തിച്ചറിഞ്ഞു. സ്വയം ചിന്തിച്ചറിഞ്ഞു. പക്ഷെ ചിന്തിച്ചറിഞ്ഞാൽ എന്താ അറിയോ, ചിലപ്പോൾ കോൺഫിഡൻസ് വരില്ല. ഞാൻ അറിഞ്ഞു, ഇത് തന്നെയാണോ? പല സ്ഥലത്തു നിന്നും കേട്ടു, ഒരു വിധത്തിൽ നല്ല ഉറപ്പായി. പക്ഷെ മനസ്സ് ഇപ്പോഴും റെസ്റ്റ്ഫുൾ ആയില്ല, വിശ്രാന്തി ആയില്ല. ഒരു സദ്ഗുരുവിൻ്റെ അടുക്കൽ ഇത് ചെയ്ത് പറഞ്ഞു. ആ ഗുരുനാഥൻ പറഞ്ഞു, നീ നേടിയിരിക്കുന്നത് പരമാർത്ഥമാണ്, സത്യമാണ്, അതിൽ വിശ്രമിക്കൂ എന്ന് പറഞ്ഞ വരെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ശുകന് ഇതായിരുന്നു അവസ്ഥ. ജ്ഞേയേപി ആദൗ ന വിശ്രാന്തം ച ധിയാ പുനഃ. രാമൻ പറയാണ്, തത്വം അറിഞ്ഞാലും വിശ്രമിച്ചില്ല. പക്ഷെ പിന്നീട് ഗുരുപദേശ ശ്രവണം കൊണ്ട് വിശ്രാന്തമായി. മനസ്സിൽ ഒരു റെസ്റ്റ്ഫുൾനെസ് വന്നു. നോക്കൂ, എന്തൊക്കെ തന്നെ ക്ലാരിറ്റി ഒക്കെ വന്നാലും ടിൽ ദ മൈൻഡ് അറ്റെയിൻസ് ക്വയറ്റിറ്റ്യൂഡ് സുഖം ഉണ്ടാവില്ല. പല ആളുകളും നല്ല ഇന്റലക്ച്വൽ ക്ലാരിറ്റി ഉള്ളവർ ഒരുപാട് പേരുണ്ട്. പലയിടത്തും ക്ലാസ്സൊക്കെ പോയി കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്നിട്ട് ചോദിക്കും, അറിഞ്ഞു, എല്ലാം ക്ലിയർ ആയിട്ട് അറിയാം, ഇപ്പോഴും എന്താ സമാധാനം വരാത്ത? കാരണം എന്താ? ചിത്തവിശ്രാന്തിയിലാണ് സുഖം. വിദ്യാരണ്യമുനി ജീവൻ മുക്തി വിവേകത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണുണ്ട്. എന്തൊക്കെ തന്നെ അറിഞ്ഞൊക്കെ ആയാലും ചിത്തവിശ്രാന്തി വേണം. ചിത്തവിശ്രാന്തി മാത്രം ആയാലും പോരാ. എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് കൊണ്ട് മനസ്സിനെ ക്വയറ്റാക്കിയാൽ കാര്യം നടക്കില്ല. സത്യം അറിയണം, അല്ലെങ്കിൽ പിന്നെയും ഭ്രമത്തിൽ ഓടും പുറത്തേക്ക്. അപ്പൊ അറിയേണ്ട ആ അറിവ്, ആ തെളിച്ചം, ക്ലാരിറ്റി, അതൊരു വശത്ത് വേണം. ചിത്തവിശ്രാന്തി ടെക്നിക്ക് കൊണ്ട് ഉണ്ടാക്കിയാൽ അത് പിന്നെയും ഓടിപ്പോകും. ചിത്തത്തിനെ വിക്ഷേപിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ ഉപേക്ഷിക്കണം. ഈ പണിയൊക്കെ വേണ്ടി വരും. അതാണ് സന്യാസ യോഗാദ്യതയ ശുദ്ധസത്വാഹ. യോഗം സന്യാസ യോഗമാണ്, സന്യാസമല്ല, സന്യാസ യോഗം. അത് എല്ലാവർക്കും വേണ്ടതാണത്. അതൊരു യോഗമാണ്, ഏറ്റവും വലിയ യോഗമാണത് എന്നാണ് വേദം പറയുന്നത്. ന്യാസ യേഷാം തപസാം അതിരിക്തമാഹു. ഏറ്റവും വലിയ തപസ്സാണ് ന്യാസം. അതുകൊണ്ട് ന്യാസയേവാത്യരേച്ചയത്. ഒരു വസ്തു നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനെ അങ്ങോട്ട് വിട്ടാൽ അതിന് വിഷമം പോയി. അപ്പോൾ ഏറ്റവും വലിയ തപസ് എന്ന് പറഞ്ഞു അത്. ദുഃഖം വരുന്ന വസ്തുക്കളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ നിസ്സംഗത. പലപ്പോഴും നമുക്ക് എല്ലാം ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. നിസ്സംഗത. കുടുംബത്തിലൊക്കെ ഇരിക്കണ കാര്യങ്ങളൊക്കെ നിസ്സംഗത. പക്ഷെ ചില സമയത്ത് എന്താ, ഈശ്വര അനുഗ്രഹം, സർവത്തിൽ നിന്നും വെളിയിൽ പോവാൻ സാധിക്കും. അപ്പോൾ മനസ്സ് ശാന്തമാവും. നിങ്ങൾ അഭ്യാസമൊന്നും ചെയ്യാതെ തന്നെ മനസ്സ് ശാന്തമാവും. മനസ്സിന് വിക്ഷേപഹേതുക്കളായ സാധനങ്ങളൊക്കെ വിട്ടുകളയപ്പെടുമ്പോൾ മനസ്സ് ശാന്തമാവും. വിക്ഷേപത്തിനുള്ള ഒന്നുമില്ല, ഒന്നിനോടും നിസ്സംഗത വന്നാലും അത് വരും. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് ഭഗവാൻ പറഞ്ഞു. അതാണ് വലിയ വാള്. ആ വാളുകൊണ്ട് വെട്ടിനാണ് ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ആളുകൾ വിചാരിക്കും അപ്പൊ പിന്നെ സ്നേഹമേ ഉണ്ടാവില്ല. അപ്പോഴേ സ്നേഹം വരുള്ളൂ. അപ്പോഴേ മറ്റുള്ളവർക്ക് ഹിതം ചെയ്യാൻ പറ്റുള്ളൂ. വേണ്ട വിധത്തിലുള്ള നിസ്സംഗതയുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഹിതം ചെയ്യാൻ സാധിക്കും.
നമുക്ക് നോക്കൂ, ഒരു ഡോക്ടറിന് തൻ്റെ മകന് സർജറി ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകണം. എന്താ അറ്റാച്ച്മെന്റ്? കൈവിറയ്ക്കും. അപ്പൊ നിസ്സംഗത ഉണ്ടെങ്കിൽ നല്ലതുപോലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് നല്ലത് ചെയ്യണമെങ്കിലും അത്യാവശ്യം ഒരു നിസ്സംഗത വേണം ഉള്ളിൽ. അപ്പോ ആ നിസ്സംഗതയാണ് ഇവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഉള്ളില് ഏതെങ്കിലും വിധത്തിൽ ആ ശാന്തിയെ കണ്ടുപിടിക്കണം. അതങ്ങട് കണ്ടുപിടിച്ച് ഇത്തിരി വിചാരം കൊണ്ടൊക്കെ വിശ്രാന്തമായാൽ ചിത്തം രക്ഷപ്പെടും. അപ്പോ ചിത്തവിശ്രാന്തി എല്ലാവർക്കും വേണം. പക്ഷെ ചിത്തവിശ്രാന്തി ഇഫക്റ്റാണ്. അതിന് കോസ് എന്താണ്? ഡിറ്റാച്ച്മെന്റ് ഒരു കോസ്. മറ്റൊരു കാരണം അറിവ്. മൂന്നാമതൊരു കാരണം എന്തെങ്കിലും ഉപായം, സത്സംഗം, ധ്യാനം, ജപം മുതലായ ഉപായങ്ങൾ. ഇതൊക്കെ കൊണ്ട് ചിത്തവിശ്രാന്തി ഉണ്ടാവും തോറും ഉള്ളിലൊരു സന്തോഷം, ഒരു തൃപ്തി, സാഫല്യം. ആധ്യാത്മികതയുടെ സാഫല്യം ഉപരതിയാണ്. എന്നുവെച്ചാൽ എല്ലാത്തിനും വിഡ്രോ ചെയ്യൽ എത്ര കണ്ട് സാധിച്ചു അത്ര കണ്ട് സന്തോഷം. അതുകൊണ്ട് വ്യാസപുത്രനും ജനകനും തമ്മിലുള്ള സംവാദം ഇതാണ്. നോക്കൂ, അപ്പൊ ആ ജനകൻ വലിയ ജ്ഞാനിയാണ്, രാജാവാണ്, ശുഗന് ഗുരുവാണ്. അപ്പോൾ രാജാവായിട്ട് ഇരുന്നു കൊണ്ട് ജീവൻ മുക്തനായിട്ട് ജ്ഞാനിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ള ഒരു വല്ലാത്ത ആശയം പ്രകാശിപ്പിക്കുകയാണ്. വലിയ വലിയ കാര്യങ്ങൾക്ക് നടുവിൽ ഇരുന്നു കൊണ്ടും വലിയ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടും ഒന്നിനോടും സംഘമില്ലാതെ ജ്ഞാനനിഷ്ഠനായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്ന് ഈ ഭാരതദേശത്തിൽ എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഒട്ടല് കൂടാതെ കാര്യങ്ങൾ ചെയ്യുക, ആഗ്രഹങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു യോഗം. ആ യോഗത്തിനെ കാണിച്ചു തരികയാണ്. അത് ജനകനിലൂടെ. അതുകൊണ്ട് സീത രാമായണത്തിൽ ചിലപ്പോഴൊക്കെ രാമന് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കും. നിവൃത്തിപരമായ കാര്യങ്ങളൊക്കെ പറയും സീത. നമ്മളിനി അയോധ്യയിലേക്കൊന്നും പോകണ്ട, നമ്മൾ കാട്ടിലിരിക്കാം സൗഖ്യമായിട്ട്. കാട് എത്ര സുന്ദരമായിട്ട് ഇരിക്കണമെന്ന്. ഇങ്ങനെയൊന്നും ആര് സ്ത്രീകളും, ഒന്നാമത് ഒരു സ്ത്രീയും കാട്ടിലേക്കൊന്നും പോവില്ല. നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറയും. മാക്സിമം പറയും ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാട്ടോ. അപ്പൊ കൂടെ പോയി ഒരു കാര്യം. എന്നിട്ട് ഇപ്പൊ കാടൊക്കെ കണ്ടിട്ട് പറഞ്ഞു എന്ത് രമ്യമാണ്, എത്ര ദിവ്യമാണ്, തപസ്വികളൊക്കെ എത്ര ശാന്തരായിട്ടിരിക്കണം, നമ്മൾക്കിനി അയോധ്യയിലേക്കേ പോണ്ടെന്നാ പറയണം. അപ്പൊ അത് കേട്ടിട്ടാണ് രാമൻ പറയണത് കുലം വ്യപതിശന്ത്യാച ധർമ്മജ്ഞേ ജനകാത്മജേ. ആരെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ ചോദിക്കും ജനകപുത്രി അല്ലേ എന്ന് ചോദിക്കും എന്നാണ്. ആ കുലം എന്താണെന്ന് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും. അവര് വന്നിരിക്കുന്ന ആ കുലം എന്താണെന്നുള്ളത് അവരുടെ ക്യാരക്ടറിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് പിടികിട്ടും. അപ്പോ ഇതാണ് ജനകന്റെ മഹിമ. ജനകനുള്ള ഉപദേശമാണ് അഷ്ടാവക്ര ഗീത. ജനകനും ശുഗനും കൂടിയുള്ള സംവാദം ദേവി ഭാഗവതത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ഈ ശുഗ ജനക സംവാദം, ഈ കഥകള് ഇവിടെ ഇതാ രാമന്റെ മുമ്പിലും വരുന്നു. അപ്പൊ ജനകന് ശുഗബ്രഹ്മ മഹർഷിക്ക് ഉണ്ടായിരുന്ന അളവുള്ള കുഴപ്പമേ ഉള്ളൂ എന്നാണ്. അത് വളരെ അപൂർവമാണ്. ചിലർക്കൊക്കെ അവര് തന്നെ പൂർണ്ണമായിട്ടുണ്ടാവും. ഇത്തിരി ഒന്ന് തൊട്ടുകൊടുത്താൽ മതി. വിട്ടക്കുറൈ തൊട്ടക്കുറൈ എന്ന് തമിഴിൽ പറയാം, തെറ്റാണ്. വിട്ടക്കുറൈ തൊട്ട് നിറൈ. എവിടെയോ ഒരു കുറയോടുകൂടെ വന്നു, ഒരു കുറവോടുകൂടെ വന്നു. ഇവിടെ വന്നാൽ ആ ഗുരു ഒന്ന് തൊട്ടു, ഒരു വാക്ക്, ഒരു ഉപദേശം, അതോടുകൂടെ പൂർണ്ണമായി. ആ ദോഷം അങ്ങോട്ട് തീർന്നു. ഇയാൾ സ്വതന്ത്രനായി എന്നർത്ഥം. ഇതാണ് ജനക ശുഗ സംവാദ രൂപത്തിലുള്ള കഥ. ആ കഥ നമ്മൾ നാളെ വൈകിട്ട് കാണാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ. യഥോ മമാത്മാ ഭവസി ത്വമേവ തഥോ ന വാച്യം മമ കിഞ്ചിദസ്തി.
यथा तवेष्टं कुरु मां तथैव त्वाम् आत्मनाथं रमणं भजामि.